Hello everyone. നമുക്ക് നമ്മുടെ റിവിഷൻ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ 19 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. സോ ബാക്കി റിമൈനിങ് ആയിട്ടൊരു 29 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. വി വിൽ ഡിസ്കസ് ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഹിയർ. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. Globe Trade, a retailer, is considering changing its method of inventory costing from FIFO to LIFO. ഒരു പർട്ടിക്കുലർ കമ്പനി അവരുടെ ഇൻവെൻട്രി മെത്തേഡ് ഫിഫോയിൽ നിന്ന് ലിഫോയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു ഇൻ എ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത്, വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത്, പണപ്പെരുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഫിഫോയിൽ നിന്ന് ലിഫോയിലേക്ക് മാറാനായിട്ട് തീരുമാനിക്കുന്നു. വാട്ട് എഫക്ട് വുഡ് ദ ചേഞ്ച് ഫ്രം ഫിഫോ ടു ലിഫോ ഹാവ് ഓൺ ഗ്ലോബ് ട്രേഡ്സ് കറണ്ട് റേഷ്യോ ആൻഡ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഫോയിൽ നിന്ന് ലിഫോയിലേക്ക് മാറുന്നത് കൊണ്ട് ഇവരുടെ കറണ്ട് റേഷ്യോ എങ്ങനെ മാറും, അതുപോലെ തന്നെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എങ്ങനെ മാറും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്കവിടെ അറിയേണ്ട കോൺസെപ്റ്റ് എന്താണ്? ഫിഫോയിൽ നിന്ന് ലിഫോയിലേക്ക് മാറുമ്പോൾ ലിഫോയിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ്, കറണ്ട് അസറ്റിൻ്റെ വാല്യൂവിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒബിയസ്ലി ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആവുന്ന സമയത്ത് ഏറ്റവും അവസാനം വാങ്ങിച്ചിട്ടുള്ള ഇൻവെൻട്രി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഏറ്റവും അവസാനം വാങ്ങിച്ച ഇൻവെൻട്രി ആയിരിക്കും ആദ്യം വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹയർ ആയിരിക്കും. കാരണം ഇൻഫ്ലേഷൻ ടൈമിൽ വാങ്ങിച്ച സാധനമാണ്, വില കൂടിയ സാധനങ്ങളാണ് ആദ്യം വിൽക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി ഹയർ. എൻഡിങ് ഇൻവെൻട്രി വിൽ ബി ലോവർ. കാരണം എൻഡിങ് ഇൻവെൻട്രിയിൽ ഉണ്ടാവുന്നത് ഏതായിരിക്കും? ആദ്യം വാങ്ങിച്ച കുറഞ്ഞ വിലയിലുള്ള ഇൻവെൻട്രി ആയിരിക്കും എൻഡിങ് ഇൻവെൻട്രിയിൽ ഉണ്ടാവുക. അപ്പം ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമുക്കറിയാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ കൂടും, ന്യൂമറേറ്റർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. എൻഡിങ് ഇൻവെൻട്രിയുടെ വാല്യൂ കുറവാണ്, സോ ആവറേജ് ഇൻവെൻട്രി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കൂടുമോ കുറയുമോ? ന്യൂമറേറ്റർ കൂടുകയും ഡിനോമിനേറ്റർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ വിൽ ഇൻക്രീസ് അല്ലേ? ഡിനോമിനേറ്റർ കുറവാണ്, ആവറേജ് ഇൻവെൻട്രി കുറവാണ്, അതേസമയം ന്യൂമറേറ്റർ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതലാണ് ഇൻ കേസ് ഓഫ് ലിഫോ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കൂടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ രണ്ട് ഓപ്ഷനിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കൂടുമെന്ന് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും. ഇനി നമുക്ക് അറിയേണ്ടത് കറണ്ട് റേഷ്യോയിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ്. കറണ്ട് റേഷ്യോനെ ഇത് എങ്ങനെ എഫക്ട് ചെയ്യും? സോ ഇവിടെ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ അറിയാം, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയിൽ ഇത് കാര്യമായിട്ട് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. കറണ്ട് ലയബിലിറ്റിനെ ഈ പർട്ടിക്കുലർ ലിഫോയോ ഫിഫോയോ എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. അതേസമയം കറണ്ട് അസറ്റിൽ ചേഞ്ച് ഉണ്ടാവും. കറണ്ട് അസറ്റിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുക? നമ്മൾ വിൽക്കുന്ന ഇൻവെൻട്രി എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വാങ്ങിച്ച വില കൂടിയ ഇൻവെൻട്രികളാണ് വിൽക്കുന്നത് അല്ലേ? വില കൂടിയ ഇൻവെൻട്രിയാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന റിമൈനിങ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ആദ്യമേ വാങ്ങിച്ച വില കുറഞ്ഞ ഇൻവെൻട്രിയാണ് കയ്യിലുണ്ടാവുക. അപ്പോൾ ഇൻവെൻട്രിയുടെ വാല്യൂ കുറവായിരിക്കും. ഫിഫോ ആയിരുന്ന സമയത്ത് ഇൻവെൻട്രിയുടെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫിഫോ ആയിരുന്ന സമയത്ത് നമ്മൾ ആദ്യം വാങ്ങിച്ച വില കുറഞ്ഞ ഇൻവെൻട്രി ആയിരിക്കും വിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം വാങ്ങിച്ച വില കൂടിയ ഇൻവെൻട്രി സ്റ്റോക്കിലുണ്ടാവും. സോ നമ്മുടെ കറണ്ട് അസറ്റിനകത്ത് ഇൻവെൻട്രി കൂടി നിൽക്കും. പക്ഷേ ഫിഫോയിൽ നിന്ന് ലിഫോയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? വില കുറഞ്ഞ ഇൻവെൻട്രി ആയിരിക്കും ബാക്കിയാവുന്നത്. വില കൂടിയ ഇൻവെൻട്രി നമ്മൾ ആദ്യമേ വിറ്റൊഴിവാക്കും. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ് ഫിഫോയിൽ നിന്ന് ലിഫോയിലേക്ക് വരുമ്പോൾ ഡിക്രീസ് ആണ് ചെയ്യുക. കറണ്ട് അസറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കറണ്ട് ലയബിലിറ്റിക്കകത്ത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ ഡിനോമിനേറ്റർ മാറുന്നില്ല, എന്നാൽ ന്യൂമറേറ്റർ കുറയുകയും ചെയ്യുന്നു. കറണ്ട് അസറ്റ് കുറയുന്നു, കറണ്ട് ലയബിലിറ്റിയിൽ ചേഞ്ച് ഇല്ല. സ്വാഭാവികമായിട്ടും കറണ്ട് റേഷ്യോ വിൽ ഡിക്രീസ്. കറണ്ട് റേഷ്യോയ്ക്ക് എന്തായിരിക്കും ഉണ്ടാവുക? ഡിക്രീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കറണ്ട് റേഷ്യോ ഡിക്രീസ് ആണെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ വിൽ ഇൻക്രീസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടി, ആവറേജ് ഇൻവെൻട്രി കുറഞ്ഞു. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറണ്ട് റേഷ്യോ ആണെങ്കിൽ ഡിക്രീസുമാണ് ചെയ്യുക. സോ ലെറ്റ്സ് സി, ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ സി. പ്രോപ്പറായിട്ട് നമ്മൾ ചിന്തിക്കണം. ഫിഫോയിൽ നിന്ന് ലിഫോയിലേക്ക് മാറുമ്പോൾ അഗെയിൻ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ എന്നുള്ളത് എടുത്തു പറയുന്നുണ്ടേ. വില കൂടുന്ന പണപ്പെരുമ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണിത്. ഇതിൻ്റെ ഡിഫ്ലേഷനാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇതേ കോൺസെപ്റ്റ് നേരെ തിരിച്ചായിരിക്കും ചിന്തിക്കുക. അത്രയും ആലോചിച്ചാൽ മതി. Hope that is clear. We will go to the next question. Which of the following is not a true statement about effect that inflation has on financial statements and thus on financial ratios? താഴെ തന്നിരിക്കുന്നവയിൽ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തും ഫിനാൻഷ്യൽ റേഷ്യോസിനെ സംബന്ധിച്ച് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത്, റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പർച്ചേസിംഗ് പവർ ഓഫ് ക്യാഷ് ബാലൻസ് ഇൻക്രീസസ്. ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന സമയത്ത് പർച്ചേസിംഗ് പവർ കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പർച്ചേസിംഗ് പവർ കൂടുമോ?
വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ, പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ, ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ പർച്ചേസിങ് പവർ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. കാരണം എന്താ? പണ്ട് നമുക്ക് ഒരു പൊറോട്ടയ്ക്ക് 10 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഇന്ന് ഒരു പൊറോട്ട മേടിക്കാൻ, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് പൊറോട്ട മേടിക്കാൻ ചിലപ്പോൾ 12, 13, 20 കൊടുക്കേണ്ടി വരും. അതിനർത്ഥം നിങ്ങളുടെ പർച്ചേസിങ് പവർ കൂടിയെന്നാണോ? കുറയുകയാണ് ചെയ്യുന്നത്. കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ പർച്ചേസിങ് പവർ എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ പർച്ചേസിങ് പവർ ഡിക്രീസ് ആണ്, ഇൻക്രീസ് അല്ല. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നായിരുന്നു ചോദിച്ചിരുന്നത്? ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഇൻക്രീസ് അല്ല വരേണ്ടത്, ഡിക്രീസ് ആണ് വരേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. റെലവൻസ് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻസ് ഫോർ ഫിക്സഡ് അസറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ഡിപ്രീസിയേഷൻ്റെ വാല്യൂവിൻ്റെ റെലവൻസ് പോവുകയാണ്. കാരണം ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത് പണ്ടത്തെ വില വെച്ചാണ്, പണ്ട് വാങ്ങിച്ചപ്പോൾ ഉള്ള വില വെച്ചാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത്, പൈസയുടെ മൂല്യം മാറുന്ന സമയത്ത് ഇന്ന് ആ ഒരു പർട്ടിക്കുലർ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ ഇന്നത്തെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമല്ലോ ഉണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടും. ഗെയിൻ ഒക്കർ ഇൻ മോണിറ്ററി ലയബിലിറ്റീസ്, ദാറ്റ് ഇസ് എ റൈറ്റ് ആൻസർ. നമ്മൾ ആർക്കെങ്കിലും അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ, പണ്ട് 5 വർഷം മുമ്പ് നമ്മൾ 50 ലക്ഷം, അല്ല പോട്ടെ, 5 വർഷം മുമ്പ് നമ്മൾ 1000 രൂപ കടം വാങ്ങിച്ചു. 5 വർഷം മുമ്പ് 1000 രൂപ കടം മേടിച്ചു. 2025 തിരിച്ചു കൊടുക്കണം. 2025 നമ്മൾ 1000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ലാഭമല്ലേ? കാരണം അന്ന് 5 വർഷം മുമ്പുള്ള 1000 രൂപയുടെ മൂല്യം ഇന്നത്തെ 1000 രൂപയ്ക്ക് ഉണ്ടോ? ഇന്നത്തെ 1000 രൂപയ്ക്ക് ആ മൂല്യമില്ല. സ്വാഭാവികമായിട്ടും അവൻ തന്ന 1000ന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അല്ല നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. നമ്മൾ 1000 ആണ് കൊടുക്കുന്നത്, പക്ഷേ അന്ന് നമുക്ക് 1000 രൂപയ്ക്ക് ചിലപ്പം 3 ജോഡി ഷർട്ട് മേടിക്കാൻ പറ്റുമായിരിക്കും. ഇന്ന് നമുക്ക് 1000 രൂപയ്ക്ക് ചിലപ്പോൾ ഒരു ഷർട്ടേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കതെന്താണ്? ഗെയിനാണ്. അപ്പം ലയബിലിറ്റീസിൻ്റെ കേസിൽ നമുക്ക് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഗെയിനായിട്ട് മാറും. ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ നഷ്ടമാണ്. റിമെമ്പർ ദാറ്റ്. ഫിക്സഡ് അസറ്റ് വാല്യൂസ് ബിക്കം അണ്ടർസ്റ്റേറ്റഡ് ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ്റെ കേസ് പറഞ്ഞതുപോലെ ഫിക്സഡ് അസറ്റ് വാങ്ങിയ കാലത്തുള്ള പ്രൈസാണ് അക്കൗണ്ട്സിൽ കാണിച്ചിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വാങ്ങിയപ്പോൾ ഉള്ള വിലയാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് ആ പൈസയുടെ മൂല്യത്തിൽ വ്യത്യാസമുണ്ട്. പണ്ട് നമ്മൾ 50,000 രൂപയ്ക്ക് മേടിച്ചൊരു അസറ്റ് ആയിരിക്കും, പക്ഷേ ഇന്ന് അസറ്റ് മേടിക്കണമെങ്കിൽ ചിലപ്പോൾ 2 ലക്ഷം കൊടുക്കണമായിരിക്കും. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് എടുത്ത് നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ 50,000-ൻ്റെ വാല്യൂ കാണുള്ളൂ, പക്ഷേ ആക്ച്വലി 2 ലക്ഷത്തിൻ്റെ മൂല്യമുള്ള അസറ്റാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ്. അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? അണ്ടർസ്റ്റേറ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: പർച്ചേസിങ് പവർ ഓഫ് ക്യാഷ് ബാലൻസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്, ഇൻക്രീസ് അല്ല. ക്ലിയർ അല്ലേ? Next question. During inflationary periods compared to LIFO, FIFO accounting will generally show what? Inflationary സമയത്ത് ലിഫോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫിഫോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ഫിഫോ ആണെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. വില കുറഞ്ഞ ആദ്യം വാങ്ങിച്ച മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തായിരിക്കും? കുറവായിരിക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി ലോവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇനി ഇൻവെൻട്രി വാല്യൂ, എൻഡിങ് ഇൻവെൻട്രിയുടെ വാല്യൂ ഹൈ ആയിരിക്കും. കാരണം വില കൂടിയ അവസാനം വാങ്ങിച്ച ഇൻവെൻട്രി ആയിരിക്കും എൻഡിങ് ഇൻവെൻട്രിയിൽ ഉണ്ടാവുക. അങ്ങനെയാകുന്ന സമയത്ത് എൻഡിങ് ഇൻവെൻട്രിയുടെ വാല്യൂ കൂടുതലുമായിരിക്കും. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി ലോവർ ആൻഡ് എൻഡിങ് ഇൻവെൻട്രി വിൽ ബി ഹയർ. ലോവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഹയർ ഇൻവെൻട്രി വാല്യൂ ഇഫ് യു ആർ യൂസിങ് ഫിഫോ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. Clear? Next. അക്കൗണ്ടിങ് ചേഞ്ചസ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 2014 ബോട്ടിൽ മാനുഫാക്ചറിംഗ് കമ്പനി പർച്ചേസ്ഡ് ആൻഡ് ഇൻസ്റ്റാൾഡ് എ ന്യൂ ബോട്ടിൽ മാനുഫാക്ചറിംഗ് ലൈൻ ആൻഡ് എസ്റ്റിമേറ്റ് ദ ലൈൻസ് യൂസ്ഫുൾ ലൈഫ് ടു ബി 3 years. നമ്മളൊരു പർട്ടിക്കുലർ അസറ്റ് വാങ്ങിച്ചിരുന്നു. ഈ അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 3 വർഷമെന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ കമ്പനി ഡിറ്റർമൈൻഡ് ദ ലൈൻസ് യൂസ്ഫുൾ ലൈഫ് ഷുഡ് ബി എസ്റ്റിമേറ്റഡ് ആസ് 4 years ഫ്രം ദ ഡേറ്റ് ഇൻസ്റ്റലേഷൻ ഓഫ് 3 years. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി, അടുത്ത വർഷമായപ്പോൾ മനസ്സിലായി, ഇത് 3 വർഷമല്ല, ഇത് ആക്ച്വലി ഒരു 4 വർഷം വരെയൊക്കെ ഇത് വർക്കാവും, 4 വർഷം വരെ ഇതിനൊരു വാലിഡിറ്റി ഉണ്ടാവും എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ 3 yearsൽ നിന്ന് 4 yearsലേക്ക് അതിൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ യൂസ്ഫുൾ ലൈഫ് ഷുഡ് ബി റിപ്പോർട്ടഡ്. ഈ ഒരു ചേഞ്ച് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ നമ്മൾ കാണിക്കേണ്ടത്, ഏത് രീതിയിലാണ് കാണിക്കേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ ഒബ്വിയസ്ലി ഈ യൂസ്ഫുൾ ലൈഫിൽ ആ വാക്ക് തന്നെയുണ്ട്, എസ്റ്റിമേറ്റ്. ഇതൊരു അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ എസ്റ്റിമേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുക. പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുൻകാലങ്ങളിലെ ഡേറ്റ തിരുത്താൻ നിൽക്കുമോ? മുൻ വർഷങ്ങളിലെ ഡേറ്റ തിരുത്തുമോ? അത് റെട്രോസ്പെക്റ്റീവ് ആണ്. ഇത് എസ്റ്റിമേറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ചേഞ്ച് ഈസ് പാർട്ട് ഓഫ് പ്രോസ്പെക്റ്റീവ് മെത്തേഡാണ് യൂസ് ചെയ്യുക. കറണ്ട് ഇയറും
ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇയറിലും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തിരുത്തലുകൾ വരുത്തുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കിയേ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക. ഓപ്ഷൻ എ പറയുന്നത് ഇൻ ദ കമ്പനീസ് 2015 ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആൻഡ് ഫ്യൂച്ചർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ്. 2015 ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിനകത്തും ഫ്യൂച്ചർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിലും തിരുത്തൽ വരുത്തണമെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബിയിൽ ആസ് എ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് എഫക്റ്റഡ് ബൈ എ ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ നെറ്റ് ഓഫ് ലോ ബിലോ 2015 ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഉണ്ടായൊരു ചേഞ്ച് കാരണം അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് ചേഞ്ചായി, അതുകൊണ്ട് അത് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് 2015 അണ്ടറിൽ കാണിക്കണമെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. സി പറയുന്നത് ആസ് എ കറക്ഷൻ ഓഫ് ആൻ എറർ റിക്വയറിംഗ് റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. റീസ്റ്റേറ്റ്മെന്റ് ആണ്, എറർ അല്ലല്ലോ. ഇതൊരു എറർ ആണോ? എറർ അല്ല. എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറ്റുക എന്നുള്ളതാണ്. ഇത് തെറ്റല്ല. നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തത് 3 വർഷം എന്നായിരുന്നു, ഇപ്പോൾ അത് എത്രയായി? 4 വർഷമായിട്ട് മാറിയേ ഉള്ളൂ. അപ്പോൾ അതൊരു എറർ അല്ല. ഒബ്വിയസ്ലി ഓപ്ഷൻ സി തെറ്റുത്തരമാണ്. ആസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ റിക്വയറിംഗ് റെട്രോസ്പെക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ 2014 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. ഇത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണോ? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണ്. ഇവിടെ ഡിപ്രീസിയേഷൻ മെത്തേഡൊന്നും മാറ്റിയിട്ടില്ലെന്നേ. നമ്മൾ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് മാത്രമല്ല, ഇത് റെട്രോസ്പെക്റ്റീവ് ആണോ? ഒരിക്കലും റെട്രോസ്പെക്റ്റീവ് വരത്തില്ല. കാരണം എന്താ? റെട്രോസ്പെക്റ്റീവ് വരണമെങ്കിൽ അക്കൗണ്ടിംഗ് പോളിസി ചേഞ്ച് വരണം. റെട്രോസ്പെക്റ്റീവ് വരണമെങ്കിൽ മുൻകാലങ്ങളിൽ മാറ്റേണ്ട. ഇതിൻ്റെ കേസിൽ, യൂസ്ഫുൾ ലൈഫിൻ്റെ കേസിൽ മുൻകാലങ്ങളിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വർഷവും അടുത്ത വർഷവും ഈ വർഷവും വരാൻ പോകുന്ന വർഷത്തേക്കുള്ളത് മാറ്റിയാൽ മതി. സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബിയിൽ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്? രണ്ടും ഏകദേശം ഒരുപോലെയാണ്, പക്ഷേ ഒരെണ്ണത്തിൽ ഒരു എക്സ്ട്രാ കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. അപ്പോൾ എന്ത് ചെയ്യും? എ ആണോ ബി ആണോ? എയിൽ പറയുന്നത് ഇൻ ദ കമ്പനീസ് 2015 ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആൻഡ് ഫ്യൂച്ചർ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ബിയിൽ ആസ് എ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് എഫക്റ്റഡ് ബൈ എ ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ നെറ്റ് ഓഫ് ടാക്സ് ബിലോ 2015 ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. വിച്ച് വൺ വിൽ യു പ്രിഫർ? ഓപ്ഷൻ എ ആണ്. ഞാൻ ഓപ്ഷൻ ഡി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ എസ്റ്റിമേറ്റിൽ ചേഞ്ച് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്തെങ്കിലും മാറിയോ? ഒരു തരത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ചേഞ്ച് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് എന്നുള്ളത് ശരിയാണ്, ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ കാണിക്കണമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിലെ ചേഞ്ച് കൊണ്ടല്ല, എസ്റ്റിമേറ്റിലെ മാത്രം ചേഞ്ച് കൊണ്ട്. അവിടെ ഡിപ്രീസിയേഷൻ മെത്തേഡൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. 3 എന്നുള്ളത് 4 വർഷമാക്കി, ആ എസ്റ്റിമേറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിന് ഈ വർഷത്തെ ഡേറ്റയും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇയേഴ്സിനകത്തും ആ അപ്ഡേറ്റ്സ് കാണിച്ചാൽ മതി. ദെയർഫോർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനൊന്നും ചോദിക്കാൻ അങ്ങനെ വലിയ സാധ്യതയൊന്നുമില്ല. എന്നാലും വളരെ ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ ഇതിനകത്തുള്ളൊരു സാധനമാണ്. നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യം ഇതിനകത്തുണ്ട്. എനിവേ വി വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. ഒരു മൈനിങ് കമ്പനിയാണ്. ആ കമ്പനി ഇമ്പോർട്ടൻ്റ് ആണ്. മൈനിങ് കമ്പനിയാണ്. മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുഴിച്ചെടുക്കുകയാണ് പല കാര്യങ്ങളും. അത് ചിലപ്പോൾ സ്വർണ്ണമാവാം, ഫോസൽ ഫ്യൂവൽ ആവാം, ഇരുമ്പാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ കമ്പനി ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു, സ്ഥലം വാങ്ങിച്ചു. 6 ലക്ഷം രൂപയ്ക്കാണ് ആ പർട്ടിക്കുലർ ലാൻഡ് പർച്ചേസ് ചെയ്തത്. സിങ്ക് മൈനാണ് അവർ ചെയ്യുന്നത്. സിങ്ക് എന്ന് പറയുന്ന എലമെൻ്റ് ആണ് അവർ എന്ത് ചെയ്യുന്നത്? മൈൻ ചെയ്തെടുക്കുന്നത്. ദ മൈൻ ബിഗാൻ ഓപ്പറേറ്റിംഗ് ഇൻ 2011. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് മാനേജ്മെൻറ്റ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ മൈൻ വുഡ് പ്രൊഡ്യൂസ് 2 ലക്ഷം ടൺസ് ഓഫ് ക്വാളിറ്റി ഓർ. അതായത് ആ ഒരു മൈനിൽ നിന്ന് നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുന്നത് 2 ലക്ഷം ടൺ ഓർ, സിങ്കിൻ്റെ 2 ലക്ഷം ടണ്ണ് നമുക്ക് എടുക്കാൻ പറ്റുമെന്നായിരുന്നു എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. എ ടോട്ടൽ ഓഫ് 1 lakh ton of ore was mined and processed from 2011 through December 2018. 2018 വരെ നമ്മൾ ഏകദേശം 1 ലക്ഷം ടണ്ണാണ് മൈൻ ചെയ്തെടുത്തത്. മൊത്തം എത്രയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്? 2 ലക്ഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇത്രയും വർഷത്തിനിടയിൽ 2 ലക്ഷത്തിൽ 1 ലക്ഷം നമ്മൾ എന്ത് ചെയ്തു? മൈൻ ചെയ്തെടുത്തു. ഡ്യൂറിങ് ജാനുവരി 2019 ജാനുവരിയിൽ ഒരു സർപ്രൈസ് ഉണ്ടായി. എ പ്രോമിസിങ് വെയിൻ വാസ് ഡിസ്കവേർഡ്. അതായത് ഇനിയും കുഴിച്ചെടുക്കാൻ കൂടുതലായിട്ട് നമുക്ക് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു കണ്ടെത്തൽ നടത്തി. അതിനർത്ഥം നമ്മൾ മാക്സിമം ഇതിൽ നിന്ന് 2 ലക്ഷം ടണ്ണല്ലേ പ്രതീക്ഷിച്ചത്. എന്നാൽ 2 ലക്ഷമല്ല, അതിൽ കൂടുതൽ അതിനകത്തുനിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുമെന്ന് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നു. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇനിയും സ്റ്റിൽ ടു ബി മൈൻഡ്, ഇനിയും മൈൻ ചെയ്യാനായിട്ട് 2,50,000 ബാക്കി ഉണ്ട് എന്നാണ് പറയുന്നത്.
ആദ്യം നമ്മൾ 2 ലക്ഷമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ 1 ലക്ഷം ഓൾറെഡി നമ്മൾ കുഴിച്ചെടുത്തു, മൈൻ ചെയ്തെടുത്തു. പക്ഷേ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇനിയും ഒരു 2,50,000 ടണ്ണ് മൈൻ ചെയ്തെടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി. എസ്റ്റിമേറ്റഡ് സാൽവേജ് വാല്യൂ ഓഫ് ദ ലാൻഡ് വാസ് ലാൻഡിൻ്റെ സാൽവേജ് വാല്യൂ 1 ലക്ഷമാണ്. തുടക്കത്തിലും ഒടുക്കത്തിലും ആ സാൽവേജ് വാല്യൂവിൽ മാറ്റമില്ല. അസ്യൂമിങ് ദാറ്റ് 10,000 ടൺ ഓഫ് ഓർ വാസ് മൈൻഡ് ഇൻ 2019. 2019 നമ്മൾ 10,000 ടണ്ണാണ് മൈൻ ചെയ്തെടുത്തെങ്കിൽ the computation of WD mining company should use to determine the amount of depletion to record in 2019 എത്രയായിരിക്കും? ആ കമ്പനി അവരുടെ അക്കൗണ്ട്സിൽ ഡിപ്ലീഷൻ്റെ എമൗണ്ട് ആയിട്ട് എത്ര രൂപയാണ് കാണിക്കേണ്ടത്, ആ കാണിക്കുന്ന എമൗണ്ട് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അതിനാദ്യം നമ്മൾ ഡിപ്ലീഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഡിപ്ലീഷൻ? വാട്ട് ഈസ് ഡിപ്ലീഷൻ? ഡിപ്രീസിയേഷൻ പോലെ അമോർട്ടൈസേഷൻ പോലെയുള്ള ഒരു ടേമാണ് ഡിപ്ലീഷൻ. ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? ഫോർ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. മെഷീനറി, ഫർണിച്ചർ പോലെയുള്ള ടാഞ്ചിബിൾ അസറ്റ്സിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അമോർട്ടൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിനാണ്. കോപ്പിറൈറ്റ്, പേറ്റന്റ് പോലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സിനാണ്. ഡിപ്ലീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നാച്ചുറൽ റിസോഴ്സസിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിൽ ഉണ്ടാകുന്ന ഡിറ്റീരിയറേഷനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ഡിപ്ലീഷൻ എന്താണെന്ന് നോക്കാം. സോ ഡിപ്ലീഷൻ ഈസ് കാൾഡ് depletion is a systematic process of allocating cost of natural resources such as minerals, oil, gas, timber. അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, പ്രകൃതിയിൽ നിന്ന് സ്വമേധയാ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ, അതിലുണ്ടാകുന്ന ഡിക്രീസാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, അതിനായിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസേനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഡിപ്ലീഷനായിട്ട്. ഡിപ്രീസിയേഷൻ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണിക്കും. കാരണം ഇത് എടുക്കും തോറും കുറഞ്ഞു വരുമല്ലേ. മറ്റേ സാധനം നമ്മൾ ഉപയോഗിക്കും തോറും നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി മാറുന്നുവെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കുഴിച്ചെടുക്കും തോറും അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് അക്കൗണ്ട്സിൽ കാണിക്കണം. ഇറ്റ് ഈസ് സിമിലർ ടു ഡിപ്രീസിയേഷൻ ആണ്. അവിടെ നമ്മൾ ടാഞ്ചിബിൾ അസറ്റിനാണ് ഡിക്രീസ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇൻടാഞ്ചിബിൾ ആണ് അമോർട്ടൈസേഷൻ കൊടുക്കുന്നതെങ്കിൽ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നതാണ്. നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡിക്രീസിനകത്ത് വരുന്ന വാല്യൂ ആണ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇനി ഡിപ്ലീഷൻ കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ കാൽക്കുലേഷനൊന്നും നിലവിൽ ഇത് വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ ഡിപ്രീസിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ കാണുന്നത്. ഡിപ്ലീഷൻ്റെ നമ്മൾ കാണുന്നത് ഡിപ്ലീഷൻ പെർ യൂണിറ്റ് ആണ്. അതായത് എടുക്കുന്ന വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൻ്റെ ഡിപ്ലീഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം എടുക്കുന്നോ, എത്രത്തോളം ടൺ എടുക്കുന്നോ, എത്രത്തോളം കുഴിച്ചെടുക്കുന്നോ അതിനാനുപാതികമായിട്ടാണ് പെർ ടൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്ലീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എത്രത്തോളം മരം നിങ്ങൾ വെട്ടുന്നു, എത്രത്തോളം വെള്ളം നിങ്ങൾ എടുക്കുന്നു, എത്രത്തോളം ഈ പറഞ്ഞ സിങ്കും അയണും ഒക്കെ നിങ്ങൾ കുഴിച്ചെടുക്കുന്നു, ആ എടുക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. സോ ഡിപ്ലീഷൻ പെർ യൂണിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. അതായത് ഈ കേസിൽ, നമ്മുടെ കേസിൽ എന്താണ്, കോസ്റ്റ് ഓഫ് ലാൻഡ്. നമ്മൾ ഈ ലാൻഡ് വാങ്ങിച്ച എത്ര രൂപയ്ക്കായിരുന്നു? 6 ലക്ഷം രൂപയ്ക്കായിരുന്നു. 6 lakh rupees-നാണ് നമ്മൾ ഈ ലാൻഡ് വാങ്ങിച്ചത്. അതാണ് കോസ്റ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. മൈനസ് സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു സാൽവേജ് വാല്യൂ? 1 ലക്ഷമാണ് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ. അതായത് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ പിന്നീടുള്ള വില 1 ലക്ഷം രൂപയായിരിക്കും. ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കുക, എസ്റ്റിമേറ്റഡ് ടോട്ടൽ യൂണിറ്റ്സ്. നിങ്ങൾ ഈ ഒരു ലാൻഡിൽ നിന്ന് എത്രത്തോളം യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എത്രത്തോളം യൂണിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നാലേ നിങ്ങൾക്ക് ഒരു യൂണിറ്റിന് എന്ത് ഡിപ്ലീഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ കോസ്റ്റ് ഓഫ് ലാൻഡ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്നുള്ളതാണ് ഡിപ്ലീഷൻ പെർ യൂണിറ്റിൻ്റെ ഇക്വേഷൻ. ഓർത്ത് വെക്കുക, ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ ബാക്കിയുള്ള സിലബസിനകത്ത് വരുന്നതല്ല, ഒരു ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. മറ്റേതെങ്കിലും ടോപ്പിക്സിൽ ഒരുപക്ഷെ നിങ്ങൾ ഡിപ്ലീഷനെ പറ്റിയിട്ട് പാർട്ട് 1-ലോ മറ്റോ പഠിക്കുന്നുണ്ടായിരിക്കും. ഈ കേസിൽ പാർട്ട് 2-ൽ വേറെ എവിടെ ഇത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് ഡൗൺ ചെയ്ത് വെച്ചേക്കാം. ഇനി ഡിപ്ലീഷൻ, നമ്മളോട് ചോദിച്ചത് ഡിപ്ലീഷൻ എക്സ്പെൻസ് ഫോർ ദ പീരീഡ് ആണ്. ഈ ഒരു 2019 നമ്മൾ ഡിപ്ലീഷൻ എക്സ്പെൻസ് എങ്ങനെയാണ് കാണിക്കുക എന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. ഫസ്റ്റ് നമുക്ക് ഒറിജിനൽ ഡിപ്ലീഷൻ റേറ്റ് ആദ്യം കണ്ടുപിടിക്കണം. കാരണം ഈ കേസിൽ നമ്മുടെ എസ്റ്റിമേറ്റ് മാറുന്നുണ്ട് അല്ലേ. ആദ്യം നമ്മൾ വിചാരിച്ചത് 2 ലക്ഷമാണ് നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുന്ന വാല്യൂ
മാക്സിമം ടൺ എന്നായിരുന്നു. പക്ഷേ പിന്നീട് അത് നമ്മൾ 1 ലക്ഷം കുഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി ഇനിയും 2,50,000 ബാക്കിയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ആ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ ആവശ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചേഞ്ചൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഡിപ്ലീഷൻ്റെ റേറ്റ് എത്രയാണ്, പെർ യൂണിറ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കുക. 6 lakh മൈനസ് സാൽവേജ് വാല്യൂ, കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയായിരുന്നു? 2 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും. 2 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മുടെ ഇനിഷ്യൽ എസ്റ്റിമേറ്റ് 2 lakh ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 6 ലക്ഷം മൈനസ് 1 ലക്ഷം ഡിവൈഡഡ് ബൈ 2 lakh എന്നാണ് വന്നിരിക്കുന്നത്. അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 ൽ നിന്ന് 1 പോയാൽ 5 ലക്ഷം, ഡിനോമിനേറ്റർ 2 ലക്ഷമാണ്. 5/2 എന്ന് പറഞ്ഞാൽ $2.5 പെർ ടൺ. ഒരു ടണ്ണിൻ്റെ പുറത്ത് നമുക്ക് $2.5 ഡിപ്ലീഷൻ സംഭവിക്കുക. അതായത് നിങ്ങൾ ഒരു ടൺ കുഴിച്ചെടുക്കുമ്പോൾ $2.5 വെച്ച് ഡിപ്ലീഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. $2 ടൺ എടുക്കുകയാണെങ്കിൽ $5 ഡിപ്ലീഷൻ സംഭവിക്കും. $10 ആകുമ്പോൾ 10 ടൺ ആകുമ്പോൾ $25 ഡിപ്ലീഷൻ സംഭവിക്കും. ഇങ്ങനെയാണ് നമ്മളത് അക്കൗണ്ട്സിൽ കാണിക്കുക. അപ്പോൾ പെർ ടൺ ഇവിടെ 2.5 ആയിരുന്നു. ഇനി ഡിപ്ലീഷൻ നടന്നത് എത്രയാണ്? 1 ലക്ഷം ടൺ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? കുഴിച്ചെടുത്തു. അപ്പോൾ ഡിപ്ലീഷൻ പെർ ടൺ നമ്മൾ അക്കൗണ്ട്സിൽ കാണിച്ചുകൊണ്ടിരുന്നത് ഒരു ടണ്ണിന് $2.5 വെച്ച് പോവുമെങ്കിൽ 1 ലക്ഷമാണ് നമ്മൾ ഇതുവരെ കുഴിച്ചെടുത്തത്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷത്തിന് എത്രയായിരിക്കും സംഭവിക്കുക? 1 ലക്ഷത്തിന് എത്രയായിരിക്കും സംഭവിക്കുക? 1 lakh into 2.5. 1 lakh into 2.5 ദാറ്റ് ഈസ് $2,50,000 അസറ്റിൻ്റെ വാല്യൂ ഡിപ്ലീഷൻ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആ കോസ്റ്റ് ഓഫ് ലാൻഡ് 2,50,000 വീണ്ടും വാല്യൂ കുറഞ്ഞിരിക്കുന്നു. അതായത് നിങ്ങൾ ആ വസ്തു ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂവിനേക്കാൾ 2.5 ലക്ഷം രൂപ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്? ആദ്യം നമ്മൾ ഡിപ്ലീഷൻ പെർ ടൺ കണ്ടുപിടിച്ചു. അതിൻ്റെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. വി ഗോട്ട് 2.5 പെർ ടൺ. 1 ലക്ഷം ടണ്ണ് നമ്മൾ കുഴിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ടണ്ണിന് 2.5 ആണെങ്കിൽ 1 ലക്ഷം കുഴിച്ചെടുത്താൽ 2.5 ലക്ഷത്തിൻ്റെ മൂല്യം കുറഞ്ഞു. അപ്പോൾ നമ്മുടെ പുതിയ ഡിപ്ലീറ്റബിൾ ബേസ് എത്രയാണ്? 2.5 ലക്ഷം പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം 6 ലക്ഷം മൈനസ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. 6 ലക്ഷമാണ് കോസ്റ്റ് ഓഫ് ലാൻഡ്, 1 ലക്ഷം സാൽവേജ് വാല്യൂ ഉണ്ട്. സാൽവേജ് വാല്യൂവിൽ മാറ്റമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ആ 1 lakh തന്നെ നമ്മൾ കുറയ്ക്കും. അപ്പോൾ 5 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. ആ 5 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം എന്ത് ചെയ്തിട്ടുണ്ട്? അഗെയിൻ ഡിപ്ലീഷൻ ആയിട്ടുണ്ട്. നമ്മൾ കുഴിച്ചെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഡിപ്ലീഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് ഡിപ്ലീറ്റബിൾ ബേസ് എന്ന് പറയുന്നത് വെറും 2.5 ലക്ഷം മാത്രമാണ്. 2.5 ലക്ഷം മാത്രമാണ് ഇനി റിമൈനിങ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിൻ്റെ ഇപ്പോഴത്തെ മൂല്യം 2.5 ലക്ഷമാണ്. ഇനി നമ്മൾ റിവൈസ് ചെയ്തു, ഈ പറഞ്ഞ എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് റിവൈസ് ചെയ്തു. നമ്മൾ വിചാരിച്ചിരുന്നത് ഇനി 1 ലക്ഷം കൂടെ ബാക്കിയുള്ളൂ എന്നായിരുന്നു. പക്ഷെ അല്ല, ഇനിയും ഒരു 2.5 ലക്ഷം ബാക്കിയുണ്ട് കുഴിച്ചെടുക്കാനായിട്ടെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 2.5 ലക്ഷം വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് ഡിപ്ലീഷൻ നടന്നതിൻ്റെ ബാക്കിയുള്ള കോസ്റ്റ് ഓഫ് അസറ്റ് ആണ് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്ന 2.5 ലക്ഷം എന്ന് പറയുന്നത്. ഈ 2.5 ലക്ഷം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്നതാണ് നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഡിപ്ലീറ്റബിൾ ബേസ് ആണ്. 5 lakh ആണ് കോസ്റ്റ് ഓഫ് അസറ്റ്. അതിൽ നിന്ന് 2.5 ലക്ഷം പോയി, ബാക്കി 2.5 ലക്ഷം. ഇനി റിവേഴ്സ്ഡ് ഓറാണ്. എഗെയിൻ 2 ലക്ഷം ആയിരുന്നത് ഇനിയും 2,50,000 ബാക്കിയുണ്ട് എന്നുള്ളത്. കൺഫ്യൂസ്ഡ് ആവണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയാൽ മതി. 1 second. നമ്മളോട് പറഞ്ഞിരുന്നത് ആദ്യം 2 ലക്ഷം ടൺസ് ആണ് ഉണ്ടായിരുന്നത്, എസ്റ്റിമേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ 1 ലക്ഷം നമ്മൾ എടുത്തു കഴിഞ്ഞു. ആ 1 ലക്ഷം എടുത്തതിൻ്റെ ഡിപ്ലീഷൻ ആണ് നമ്മൾ കാണിച്ചത്. 2,50,000 ഡിപ്ലീഷൻ സംഭവിച്ചു. ബാക്കി ഇനി കോസ്റ്റ് ഓഫ് അസറ്റ് 2,50,000 ഉള്ളൂ. അത് ക്ലിയർ ആണല്ലോ. പിന്നീട് റീ എസ്റ്റിമേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് ഇനിയും 2,50,000 ടണ്ണ് കുഴിച്ചെടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളത്. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയ ഡിപ്ലീഷൻ പെർ ടൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പുതിയ ഡിപ്ലീഷൻ പെർ ടൺ കണ്ടുപിടിക്കാൻ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 2,50,000 ആണ്. ആൻഡ് നിലവിലുള്ള പുതിയ എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2,50,000. 2,50,000 ആണ്. അത് 2 സെയിം വാല്യൂ വന്നുകൊണ്ടാണ് പറഞ്ഞപ്പോഴും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. അത് കേൾക്കുമ്പോഴും ചേട്ടാ ഈ 2,50,000 അവിടെയും പറയുന്നു ഇവിടെയും പറയുന്നത്. ബിക്കോസ് ആക്ച്വലി അത് അങ്ങനെയാണ്. 2,50,000 മുകളിലും താഴെയും വന്നിട്ടുണ്ട്. മുകളിലത്തെ 2,50,000 എവിടെ നിന്നാണ് വന്നത്? 5 ലക്ഷം ആയിരുന്ന കോസ്റ്റ് ഓഫ് അസറ്റിനെ
ഡിപ്ലീഷൻ കുറച്ചപ്പോഴാണ് ഇപ്പോൾ 2,50,000 ആയത്. താഴത്തെ 2,50,000 എവിടുന്ന വന്നത്? ഇനിയും കുഴിച്ചെടുക്കാനുള്ള എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് ടൺസ് എന്ന് പറയുന്നത് 2,50,000 ആണെന്ന് ക്വസ്റ്റനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ പെർ വാല്യൂ ടൺ $1. ഒരു ടണ്ണിന് $1. ഒരു ടൺ നിങ്ങൾ കുഴിക്കുവാണെങ്കിൽ ഡിപ്ലീഷൻ സംഭവിക്കും, $1 ഡിപ്ലീഷൻ സംഭവിക്കും. ലാൻഡിന് $1 ഡിപ്ലീഷൻ സംഭവിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2019 നമ്മൾ മൊത്തത്തിൽ 10,000 ടൺസാണ് കുഴിച്ചെടുത്തത്. 10,000 ടൺസ് എടുത്തു. ഒരു ടണ്ണിന് $1 ആണെങ്കിൽ 10,000 ടണ്ണിന് $10,000 ആയിരിക്കും ഡിപ്ലീഷൻ സംഭവിക്കുക. $10,000 ആണ് ഡിപ്ലീഷൻ സംഭവിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, പുതിയ നമ്മുടെ കോസ്റ്റ് ഓഫ് ലാൻഡ് എത്രയായിരിക്കും? ഓൾറെഡി 2,50,000 ആയിരുന്നു. $10,000 കൂടെ ഡിപ്ലീഷൻ സംഭവിച്ചു. അപ്പോൾ 2,40,000 ആയിരിക്കും പുതിയ കോസ്റ്റ് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2,40,000 ആയിരിക്കും. നമ്മുടെ അടുത്ത് ഈ ചോദ്യത്തിൽ 10,000 കണ്ടുപിടിക്കാനല്ല ചോദിച്ചത്, ആ 10,000ലേക്ക് എത്തുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്നായിരുന്നു ചോദ്യം. നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിലേതാണ് നിങ്ങൾ ഡിപ്ലീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ബേസ് വാല്യൂ കൊടുത്തിരിക്കുന്ന ഏതാണ്? കോസ്റ്റ് ഓഫ് അസറ്റ് ആണ് 6,00,000. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? സാൽവേജ് വാല്യൂ കുറയ്ക്കണം. സാൽവേജ് വാല്യൂ എത്രയാണ്? 1,00,000. സാൽവേജ് വാല്യൂ 1,00,000 കുറച്ചു, അപ്പോൾ 5,00,000 ആയി. അതിന് ശേഷം നമ്മൾ എന്താ കുറച്ചത്? 2,50,000 കുറച്ചു. എങ്ങനെയാണ് 2,50,000 കിട്ടിയത്? 1,00,000 യൂണിറ്റ് നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ പകുതി ഡിപ്ലീഷൻ സംഭവിച്ചിരുന്നു. സോ പകുതി ഡിപ്ലീഷൻ സംഭവിച്ചുകൊണ്ട് 2,50,000 കുറഞ്ഞു. അപ്പോൾ ആ കുറഞ്ഞ 2,50,000 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്തുനിന്ന് വീണ്ടും കുറയ്ക്കുന്നു. ഡിവൈഡഡ് ബൈ പുതിയ റീഎസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് എത്രയാ? അതും 2,50,000 തന്നെയാണ്. ഇൻറ്റു 10,000. ഒരു പെർ യൂണിറ്റ് വാല്യൂ ആണ്. ഇത് ഇത്രയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പെർ യൂണിറ്റ് വാല്യൂ ആണ്. ഈ 10,000 എന്നുള്ളത് മാറ്റി വെച്ചേക്കുക. ഈ 6,00,000 1,00,000 പോയാൽ 5,00,000. 5,00,000 2,50,000 പോയാൽ 2,50,000. 2,50,000 ഡിവൈഡ് ബൈ 2,50,000 ഈസ് ഈക്വൽ ടു $1 പെർ ടൺ. ഒരു ടൺ കുഴിച്ചെടുക്കുമ്പോൾ $1 ഡിപ്ലീഷൻ ഉണ്ടാവും. ഇനി 2019 നമ്മൾ എത്ര കുഴിച്ചെടുത്തത്? 10,000 ടണ്ണ് കുഴിച്ചെടുത്തു. അപ്പോൾ 10,000 ഇൻറ്റു 1 ആണ് ഉത്തരം വരുന്നത്. ആൻസർ 10,000 ആണ്. പക്ഷേ ഇക്വേഷൻ ഇങ്ങനെയാണ് വരേണ്ടത്. ഇക്വേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ ഇതിൻ്റെ കാൽക്കുലേഷൻ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ആൻസർ അല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോക്ക് എടുത്ത് ചെയ്ത് നോക്കുക, ഒന്നുകൂടെ ചെയ്ത് നോക്കുക, അതിൻ്റെ കാൽക്കുലേഷൻ നോക്കുക. റിപ്പീറ്റ് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പം ഫസ്റ്റ് ടൈം കേൾക്കുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബുക്കിലേക്ക് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഡിപ്ലീഷൻ്റെ ഇക്വേഷനും ഡിപ്ലീഷൻ എന്താണെന്നുള്ളതും എഴുതി വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. അതൊന്ന് സ്ക്രീൻ പോസ് ചെയ്തിട്ടോ ബുക്കിലേക്ക് എന്ത് ചെയ്താൽ മതി? ഒന്ന് നോട്ട് ചെയ്തിരുന്നാൽ മതി. Finer Goods Incorporation, a chain of supermarkets specializing in gourmet food, has been using average cost method to value its inventory. ഒരു വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് ഇൻവെൻട്രി വാല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ കമ്പനി ചേഞ്ച് ഫ്രം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓഫ് ഇൻവെൻട്രി വാല്യൂഷൻ. വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ നിന്ന് അവർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലേക്ക് മാറി, ഫിഫോയിലേക്ക് മാറി. The president of the company reasoned that this change was appropriate since it would more closely match the flow of physical goods. The correct method of reporting this change on the financial statement is dash. അതായത് ഒരു കമ്പനി അവരുടെ ആവശ്യാനുസരണം വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഓഫ് ഇൻവെൻട്രിയിൽ നിന്നും ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഇൻവെൻട്രി മെത്തേഡിലേക്ക് മാറി. അപ്പോൾ ഇത് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെയാണ് കാണിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെട്രോസ്പെക്റ്റീവ് ആണോ, റീസ്റ്റേറ്റ്മെൻറ്റ് ആണോ, പ്രോസ്പെക്റ്റീവ് ആണോ, അതോ ജസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യത്തേയുള്ളൂ? ദിസ് ഈസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. നിങ്ങളുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണ്. ലിഫോയിലേക്ക് മാറുക, ലിഫോയിൽ നിന്ന് വെയ്റ്റഡ് ആവറേജിലേക്ക് മാറുക. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? അക്കൗണ്ടിങ് മെത്തേഡ് ചേഞ്ച് ആണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണ്. അങ്ങനെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ റെട്രോസ്പെക്റ്റീവായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. മുന്നേയുള്ള ഡേറ്റയ്ക്കകത്തും ആ ഒരു ചേഞ്ച് കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. സോ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ആണ്. ദെയർഫോർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ആണോ, എസ്റ്റിമേറ്റ് ചേഞ്ച് ആണോ, അതോ തെറ്റാണോ? തെറ്റാണെങ്കിലാണ് നമുക്ക് ഏത് വരുന്നത്? റീസ്റ്റേറ്റ്മെൻറ്റ്. എറർ ആണെങ്കിലാണ് റീസ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നത്. ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് ഫോർ ക്രെഡിറ്റ് ലോസ് ഷുഡ് ബി ഡാഷ്. എ ചേഞ്ച് ഇൻ ദ എസ്റ്റിമേറ്റ് ഫോർ ക്രെഡിറ്റ് ലോസ് ഷുഡ് ബി ഡാഷ്. എസ്റ്റിമേറ്റ് എന്ന വാക്ക് അവിടെ പറയുന്നുണ്ട്. ക്രെഡിറ്റ്
ക്രെഡിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാഡ് ഡെപ്റ്റ്സ്, അതിൻ്റെ എസ്റ്റിമേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അൺയൂഷ്വൽ ഐറ്റം ആയിട്ടാണോ, എററായിട്ടാണോ, അതോ ആ ഒരു ഇയറിലെ മാത്രം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടാണോ, അതോ റെട്രോസ്പെക്റ്റീവ് ആയിട്ടാണോ? എസ്റ്റിമേറ്റ് ചേഞ്ചിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? കറണ്ട് ഇയറിലും ആവശ്യമെങ്കിൽ ഫ്യൂച്ചർ ഇയറിലും അവിടെയാണ് ചേഞ്ച് വരുത്തുക. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അഫക്റ്റിംഗ് ദ പീരീഡ് ഓഫ് ചേഞ്ച് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഒരിക്കലും റെട്രോസ്പെക്റ്റീവ് വരുത്തില്ല, എറർ അല്ല, എസ്റ്റിമേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. എസ്റ്റിമേറ്റിലെ ചേഞ്ച് ആ വർഷത്തെ അക്കൗണ്ട്സിൽ മാറ്റം വരുത്തും, ആവശ്യമെങ്കിൽ ഫ്യൂച്ചർ ഇയേഴ്സിൽ മാറ്റും, പിറകിലേക്ക് പോയിട്ട് തിരുത്തൂല്ല. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അഫക്റ്റിംഗ് ദ പീരീഡ് ഓഫ് ചേഞ്ച്. നെറ്റ്വർക്ക് കോർപ്പറേഷൻ മേഡ് എ ലാർജ് അരിത്തമെറ്റിക്കൽ എറർ. എന്താണ് അരിത്തമെറ്റിക്കൽ എറർ? ശ്രദ്ധിക്കുക. ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബൈ improper placement of an extra digit in the calculation of allowance of credit losses. ക്രെഡിറ്റ് ലോസസിന് അലവൻസ് കൊടുക്കുന്നതിൻ്റെ കാൽക്കുലേഷനിൽ അറിയാതെ ഒരു എക്സ്ട്രാ ഡിജിറ്റ് ഇട്ടു. എക്സ്ട്രാ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എക്സ്ട്രാ ഇട്ടു പോയി, അറിയാതെ ഒരു നമ്പർ എക്സ്ട്രാ അതിനകത്ത് വന്നു. ദ എറർ കോസ് ദ നെറ്റ് ഇൻകം ടു ബി റിപ്പോർട്ടഡ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ പ്രോപ്പർ എമൗണ്ട്. യഥാർത്ഥത്തിൽ കാണിക്കേണ്ട നെറ്റ് ഇൻകത്തിനേക്കാൾ പകുതി നെറ്റ് ഇൻകമായിട്ട് മാറി. കാരണം നിങ്ങൾ ആവശ്യമില്ലാത്തടത്ത് ഒരു എമൗണ്ട് കൂട്ടി കാണിച്ചു, ഒരു നമ്പർ അധികം കയറി. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1000 കാണിക്കേണ്ടടുത്ത് നിങ്ങൾ 1,00,000 കാണിച്ചെന്നോ 10,000 കാണിച്ചു എന്ന് വിചാരിക്കും, ഒരു 0 എക്സ്ട്രാ ഇട്ടു, അതായത് ഒരു ഡിജിറ്റ്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ എക്സ്പെൻസ് കൂടുമ്പോൾ നെറ്റ് ഇൻകം കുറയില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ വരേണ്ട ആക്ച്വൽ നെറ്റ് ഇൻകത്തിനേക്കാൾ പകുതി, അതിൻ്റെ നേരെ പകുതിയായിട്ട് നെറ്റ് ഇൻകം മാറി ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ എറർ. ഇൻ അക്കോർഡൻസ് വിത്ത് ഗ്യാപ്പ്, കറക്ഷൻ ഓഫ് ദ എറർ വെൻ ഡിസ്കവേർഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ ഷുഡ് ബി ട്രീറ്റഡ് അസ്. അടുത്ത വർഷം നിങ്ങൾ ഈ എറർ കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ എററിനെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അക്കോർഡിംഗ് ടു US GAAP എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു മിസ്റ്റേക്കാണ്. ഒബ്വിയസ്ലി നമ്മൾ റീസ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത് എറേഴ്സ്. അപ്പോൾ അത് ഏത് ഓപ്ഷൻ ആണെന്നുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. A component of income for the year in which error is discovered but separately listed on the income statement and fully explained in a note to the financial statements എന്നുള്ളതാണ് ഓപ്ഷൻ എ. An unusual item for the year in which the error was made. A restatement by making adjustment to the opening balance of assets and liabilities of the beginning of the current year and making an offsetting adjustment to the opening retained earnings balance. A decrease in credit loss expense for the year in which the error is discovered. Which one is the right answer? ഇതൊരു എറർ ആണ്. എറർ സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? റെട്രോസ്പെക്റ്റീവ് ആണോ? അല്ല. പ്രോസ്പെക്റ്റീവ് ആണോ? അല്ല. ട്രീറ്റഡ് ആസ് ആൻ എറർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? റീസ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏതാ ചെയ്യുന്നത്? റീസ്റ്റേറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ റീസ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക? റീസ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് തിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നെറ്റ് ഇൻകത്തിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ മാറും, നമ്മുടെ ഇക്വിറ്റിയുടെ വാല്യൂ മാറും. കാരണം റീറ്റൈൻഡ് ഏണിങ്സിൻ്റെ വാല്യൂലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? നെറ്റ് ഇൻകം എവിടെ പോയിരിക്കുന്നത്? ബാലൻസ് ഷീറ്റിൻ്റെ റീറ്റൈൻഡ് ഏണിങ്സിലല്ലേ പോയിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ ചേഞ്ച് വരും. ആ ചേഞ്ച് തന്നെ എല്ലാം എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം, അപ്ഡേറ്റ് ചെയ്തിരിക്കണം. സോ ദെയർഫോർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പലയിടത്തായിട്ട് എററാണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എറർ എന്ന് കേട്ടാൽ മനസ്സിൽ വരേണ്ടത് എന്താണ്? റീസ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഒരു നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ അല്ല, കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എ ക്യുമുലേറ്റീവ് എഫക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ശ്രദ്ധിക്കുക. എ ക്യുമുലേറ്റീവ് എഫക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ദ ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓഫ് ദ അക്കൗണ്ടിംഗ് ചേഞ്ച് ഇൻ കറണ്ട് ഇയേഴ്സ് income statement as a special item and not restating prior period financial statements being presented for comparison purposes dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളൊരു ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമായിരുന്നു, അതിൽ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിൻ്റെ എഫക്റ്റ് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ആഡ് ഓൺ എഫക്റ്റോടെ ചേർത്തിട്ട് അടുത്ത വർഷത്തേൽ കാണിക്കുകയാണ്. ആൻഡ് മെയിൻലി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓഫ് അക്കൗണ്ടിങ് ചേഞ്ച് ഇൻ ദ കറണ്ട് ഇയേഴ്സ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ സ്പെഷ്യൽ ഐറ്റം ആയിട്ട്. ഈ ക്യുമുലേറ്റീവ് എഫക്റ്റിനെ നിങ്ങൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ, കറണ്ട് ഇയേഴ്സ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് കാണിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല നോട്ട് റീസ്റ്റേറ്റിംഗ് പ്രയർ പീരീഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്യുമുലേറ്റീവ് എഫക്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ പ്രയർ പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് റെട്രോസ്പെക്റ്റീവ് മോഡിൽ നിങ്ങൾ മുൻ വർഷങ്ങളിലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സോ ഡേറ്റയോ ഒന്നും തിരുത്തുന്നില്ല. പക്ഷെ അവിടെ ഉണ്ടാവേണ്ടിയിരുന്നൊരു സാധനമാണെന്ന രീതിയിൽ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റിൽ ഒരു വാല്യൂ നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ചെയ്യാറുണ്ടോ?
ചെയ്യാറില്ലേ അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യുന്നതെന്നാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നെവർ യൂസ്ഡ്, ഇങ്ങനെ സംവിധാനം നമ്മൾ ഉപയോഗിക്കാറില്ല. അതായത് അങ്ങനെ ക്യുമുലേറ്റീവ് എഫക്റ്റ് മാത്രമായിട്ട് നമ്മൾ കാണിക്കാറില്ല, സ്പെഷ്യൽ ഐറ്റം എന്നുള്ള രീതിയിൽ സാധനം കാണിക്കാറില്ല. അതായത് മുൻകാലങ്ങളിൽ ചേഞ്ച് വരുത്താതെ സ്പെഷ്യൽ ഐറ്റമായിട്ടൊരു ക്യുമുലേറ്റീവ് എഫക്റ്റ് കാണിക്കാറില്ല എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഓപ്ഷൻ സി പറയുന്നത് റെട്രോസ്പെക്റ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, ഇംപ്രാക്ടിക്കലാണ്, ഒരു രീതിയിലും റെട്രോസ്പെക്റ്റീവ് പറ്റാത്തപ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മുൻകാലങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റീസ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ റീസ്റ്റേറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ തെറ്റ് തിരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യുമുലേറ്റീവ് എഫക്റ്റ് കാണിക്കുന്നത്. മാത്രമല്ല സ്പെഷ്യൽ ഐറ്റമായിട്ടൊന്നുമല്ല കാണിക്കുന്നത്, റീസ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നതിന് സ്പെഷ്യൽ ഐറ്റമായിട്ടൊന്നുമല്ല കാണിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ക്യുമുലേറ്റീവ് എഫക്റ്റ് കാണിക്കുന്നു, മുൻകാലങ്ങളിലെ ഡേറ്റ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾ ഒരു പ്രീവിയസ്ലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നും പുതിയൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് ട്രാൻസിഷൻ ചെയ്യുകയാണെങ്കിലാണ്, അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ റെട്രോസ്പെക്റ്റീവ് അപ്ലൈ ചെയ്യാതെ റീസ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാതെ ക്യുമുലേറ്റീവ് എഫക്റ്റ് മാത്രം സ്പെഷ്യൽ ഐറ്റമായിട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. എപ്പോഴാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ അപ്ഡേറ്റ് ഉണ്ടാകുന്ന സമയത്ത്. കാരണം അവർക്ക് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അംഗീകരിച്ചേ പറ്റൂ, സ്വീകരിച്ചേ പറ്റൂ, വേറെ ഓപ്ഷനില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അതാത് രാജ്യത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. ചില പോളിസീസോ പ്രിൻസിപ്പിൾസോ സ്റ്റാൻഡേർഡ്സോ ഒക്കെ ചേഞ്ച് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി ആ ചേഞ്ചിനനുസരിച്ച് മാറണം, ഇല്ലെങ്കിൽ നമുക്കെതിരെ ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവും. അപ്പം റെട്രോസ്പെക്റ്റീവ് എന്തായാലും പോസിബിൾ ആയിരിക്കില്ല, അവിടെ ഒന്നേന്ന് മാറ്റുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ എഫക്റ്റ് കാണിക്കാനായിട്ട്, ക്യുമുലേറ്റീവ് എഫക്റ്റ് കാണിക്കാനായിട്ട് ആ എമൗണ്ട് കാണിക്കണം, അതൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷേ നമ്മൾ റീസ്റ്റേറ്റ്മെൻറ്റോ റെട്രോസ്പെക്റ്റീവോ ഒന്നും ചെയ്യില്ല, ബട്ട് സ്പെഷ്യൽ ഐറ്റമായിട്ട് കാണിക്കും. സ്പെഷ്യൽ ഐറ്റം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇതൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെന്ന്. A change in the allowance for credit losses should be dash. A change in the allowance for credit losses, അതായത് നമ്മൾ ക്രെഡിറ്റ് ലോസിന് ഒരു അലവൻസ് സെറ്റ് ചെയ്തിരുന്നു, അത് മാറ്റി. സ്വാഭാവികമായിട്ടും അത് എന്താണ്, എസ്റ്റിമേറ്റ് അല്ലേ. ക്രെഡിറ്റ് ലോസിനകത്ത് അല്ലെങ്കിൽ വാറൻറ്റി എക്സ്പെൻസിനകത്തൊക്കെ നമ്മൾ വാല്യൂസ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ചേഞ്ചാണ്. എസ്റ്റിമേറ്റ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ പ്രോസ്പെക്റ്റീവ് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, പ്രോസ്പെക്റ്റീവ് അപ്രോച്ചാണ്. So it is not treated as an error, it is not treated as an unusual or infrequent item, retroactive അല്ല. So it is treated as affecting only the period of change, current year plus future. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വർഷം മാറ്റണമെങ്കിൽ മാറ്റണം, അടുത്ത വരാൻ പോകുന്ന വർഷത്തേക്ക് മാറ്റണമെങ്കിൽ മാറ്റണം, മുൻ വർഷങ്ങളിൽ ഇത് മാറ്റുകയില്ല. സോ ക്രെഡിറ്റ് ലോസ്, അലവൻസ്, വാറൻറ്റി എന്നൊക്കെ കേൾക്കുമ്പോഴേ, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്നൊക്കെ കേൾക്കുമ്പോഴേ എസ്റ്റിമേറ്റ് ചേഞ്ച് ആണ്, പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് മനസ്സിൽ വരിക. A change from the sum of the year's digit depreciation method to straight line depreciation method is an example of dash. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഒരു കമ്പനി, നമുക്കറിയാം പല രീതിയിലുള്ള ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് സം ഓഫ് ദ ഇയേഴ്സ് ഡിജിറ്റ് ഡിപ്രീസിയേഷൻ മെത്തേഡ്. സം ഓഫ് ദ ഇയേഴ്സ് ഡിജിറ്റ് ഡിപ്രീസിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡിപ്രീസിയേഷൻ പോളിസിയാണ്. അതിൽ നിന്നും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലേക്ക് കമ്പനി മാറി, ഡിപ്രീസിയേഷൻ പോളിസി മാറി. ഇത് നിങ്ങൾ എന്ത് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യും? അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ആണോ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണോ, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ചേഞ്ച് ആണോ, അതോ എറർ കറക്ഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡിപ്രീസിയേഷൻ മെത്തേഡ് മാറുന്നത് ടെക്നിക്കലി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണ്. അക്കൗണ്ട്സിൽ നമ്മളതിനെ അക്കൗണ്ട്സിൽ അതിനെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എസ്റ്റിമേറ്റ് ചേഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ ചോദ്യം ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇത് അക്കൗണ്ട്സിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുമെന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി സിമ്പിളി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഒരു കമ്പനി അവരുടെ ഡിപ്രീസിയേഷൻ പോളിസി ചേഞ്ച് ചെയ്തു, സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലേക്ക് മാറി, അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് മെത്തേഡിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ദ ആൻസർ ഷുഡ് ബി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആയിരിക്കണം. ഓക്കെ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആയിരിക്കണം. ഇത് അക്കൗണ്ടിങ്ങിൽ എങ്ങനെ വരും എന്നാണ് ചോദ്യമെങ്കിൽ മാത്രം അതിനെ എസ്റ്റിമേറ്റഡ് ചേഞ്ച് ആയിട്ട് വരണം. അക്കൗണ്ടിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ എസ്റ്റിമേറ്റഡ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്, പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷനാണ് അപ്ലൈ ചെയ്യുന്നത്, പ്രോസ്പെക്റ്റീവ് ആണ്. പക്ഷേ ടെക്നിക്കലി ആൻഡ് ഫണ്ടമെൻ്റലി
ഒരു പോളിസിയിൽ നിന്ന് വേറെ പോളിസിയിലേക്ക് മാറുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണ്. തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്, ഓർത്തിരിക്കുക. During current year, an entity changed its method of accounting for depreciation because it is believed that the result would provide more reliable and relevant information. In its financial statements for the year, how should the entity report the adjusting result from change in accounting principle? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, അവർ ഡിപ്രീസിയേഷൻ മാറ്റാൻ തീരുമാനിച്ചു. അക്കൗണ്ട്സിൽ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇതിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മുടെ അടുത്ത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്നും ചോദിച്ചില്ല, ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്നേ ചോദിച്ചുള്ളൂ. അവിടെ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇത് എങ്ങനെയാണ് അക്കൗണ്ട്സിൽ കാണിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, പ്രോസ്പെക്റ്റീവായിട്ടല്ല എസ്റ്റിമേറ്റ് ചേഞ്ച് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണ്. പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? The change should be accounted for as a change in accounting estimate that is prospectively in the current period and ഫ്യൂച്ചർ പീരീഡ്. ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മറ്റേതിൽ നമ്മളോട് ഡിപ്രീസിയേഷൻ മെത്തേഡ് മാറി എന്നാണ് ചോദിച്ചത്. അവിടെ ഡിപ്രീസിയേഷൻ മെത്തേഡ് മാറുന്നു എന്നുള്ളത് ടെക്നിക്കലി ഒരു പ്രിൻസിപ്പിൾ ചേഞ്ച് തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പോൾ അവിടെ നമ്മൾ അത് മാത്രം ഉത്തരം കൊടുത്താൽ മതി, പ്രിൻസിപ്പിൾ ചേഞ്ച് ആണ്. പക്ഷേ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എങ്ങനെയാണ് കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, പ്രോസ്പെക്റ്റീവായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഇയർ പ്ലസ് ഫ്യൂച്ചർ ഇയേഴ്സിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് കൊണ്ടുവരുന്നത്. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ച് ഇൻ അലവൻസ് ഫോർ ക്രെഡിറ്റ് ലോസസ് ഓൺ അക്കൗണ്ട് റിസീവബിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ക്രെഡിറ്റ് ലോസ് അലവൻസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചേഞ്ച് ആണ്. സോ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ചേഞ്ച് തന്നെയാണ് ആൻസർ. ഐ തിങ്ക് ദാറ്റ് വാസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. എ ചേഞ്ച് ഇൻ ലയബിലിറ്റി ഫോർ വാറണ്ടി കോസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഒരു കമ്പനിയുടെ വാറണ്ടി കോസ്റ്റിൽ, വാറണ്ടി ലയബിലിറ്റിയിൽ ചേഞ്ച് വരുന്നു. അതായത് ഈ വർഷം നമ്മൾ വാറണ്ടി ലയബിലിറ്റി ആയിട്ട് 2 ലക്ഷമാണ് കാണിച്ചിരുന്നത്. അടുത്ത വർഷമായപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു 3 ലക്ഷം ആക്കണം. അപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ആ വാല്യൂ 3 ലക്ഷം ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ഓൾസോ എസ്റ്റിമേറ്റ് ചേഞ്ച് ആണ്. വാറണ്ടി എക്സ്പെൻസ് മാറുന്നത്, ക്രെഡിറ്റ് ലോസ് അലവൻസ് മാറുന്നത്, ഡിപ്രീസിയേഷൻ മാറുന്നതൊക്കെ തന്നെ എസ്റ്റിമേറ്റ് ചേഞ്ച് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷനുമാണ്. So that is option A, estimate change. Global company bought a new machine and estimated that the machine will have a useful life of 10 years. ഒരു കമ്പനി ഒരു മെഷീൻ പർച്ചേസ് ചെയ്യുന്നു, അതിൻ്റെ യൂസ്ഫുൾ ലൈഫായിട്ട് അവർ കൺസിഡർ ചെയ്തത് 10 വർഷമാണ്. സാൽവേജ് വാല്യൂ 5000 ആയിരുന്നു. 2 വർഷം ഈ മെഷീൻ ഉപയോഗിച്ചപ്പോഴാണ് കമ്പനിക്ക് മനസ്സിലായത് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് ആക്ച്വലി 10 വർഷമൊന്നും നിൽക്കില്ല. 10 വർഷത്തിന് മുന്നേ ഇത് പെട്ടിയും കടയും പൂട്ടി പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് അവർ 7 വർഷമായിട്ട് ചുരുക്കി. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് 7 വർഷമായിട്ട് ചുരുക്കി. അങ്ങനെയാണെങ്കിൽ ഈ എസ്റ്റിമേറ്റിനെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക, എവിടെയാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് ആകുമ്പോൾ പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണെന്ന് അറിയാം. സ്വാഭാവികമായിട്ടും കറണ്ട് ഇയർ പ്ലസ് ഫ്യൂച്ചർ ഇയേഴ്സിൽ മാത്രമായിരിക്കും ചേഞ്ച് വരുത്തുന്നത്. പ്രയർ പീരീഡ്സിൽ പിറകിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ചേഞ്ചസ് കൊണ്ടുവരികയില്ല. അങ്ങനെയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ബോത്ത് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ഇയേഴ്സ് വിൽ ബി അഫക്റ്റഡ് ബൈ ദ റിവിഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം ഇതൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണോ നോക്കുക, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ചേഞ്ച് ആണോ നോക്കുക, അതല്ലെങ്കിൽ എറർ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചേഞ്ച് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം റെട്രോസ്പെക്റ്റീവ് ആണോ പ്രോസ്പെക്റ്റീവ് ആണോ റീസ്റ്റേറ്റ്മെൻ്റ് ആണോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കേസിൽ കൃത്യമായിട്ട് നമുക്കറിയാം 10 വർഷം എന്നുള്ള എസ്റ്റിമേറ്റ് 7 വർഷമായിട്ട് മാറി. എസ്റ്റിമേറ്റ് ചേഞ്ച് ആണ്, പ്രോസ്പെക്റ്റീവ് ആണ്, കറണ്ട് പ്ലസ് ഫ്യൂച്ചർ ഇയേഴ്സ്. നേരത്തെ ചോദിച്ച പോലെ തന്നെ ചോദ്യമാണ്. ചേഞ്ച് ഇൻ ലയബിലിറ്റി ഫോർ വാറണ്ടി കോസ്റ്റ് റിക്വസ്റ്റ് ഡാഷ്. വാറണ്ടി കോസ്റ്റിൻ്റെ ലയബിലിറ്റിയിൽ ചേഞ്ച് വന്നാൽ എസ്റ്റിമേറ്റ് ചേഞ്ച് ആണ്. അഗെയിൻ പറയുന്നു എസ്റ്റിമേറ്റ് ചേഞ്ച് ആണ്. സോ എസ്റ്റിമേറ്റ് ആകുമ്പോൾ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ഇൻ ഫിനാൻഷ്യൽ ഇയേഴ്സ്. എസ്റ്റിമേറ്റ് ചേഞ്ച് വന്നാൽ ഒന്നും നോക്കണ്ട, കറണ്ട് ഇയർ പ്ലസ് ഫ്യൂച്ചർ ഇയേഴ്സിൽ മാത്രമായിരിക്കും ഇമ്പാക്റ്റ് വരുന്നത്. സോ ഹൈലി റെപ്പറ്റേറ്റീവ് ആണ് ക്വസ്റ്റ്യൻസ്. വെൻ റിപ്പോർട്ടിംഗ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ഉണ്ടായാൽ നമ്മൾ ഓപ്ഷൻ പോലും നോക്കണ്ട, ആദ്യം തന്നെ ചിന്തിക്കുക. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെട്രോസ്പെക്റ്റീവ് ആണ്, പ്രയർ പീരീഡ്സ് തിരുത്തണം, ഒന്നേന്ന് തിരുത്തണം. സോ ആ രീതിയിൽ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. ദ പ്രൊഫോമ എഫക്ട്സ് ഓഫ് റെട്രോആക്റ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ പ്രിൻസിപ്പിൾ അപ്പോൺ ഇൻകം ഫ്രോം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആൻഡ് നെറ്റ് ഇൻകം ആർ നോട്ട് ടു ബി ഡിസ്ക്ലോസ്ഡ് ഓൺ ദ ഫേസ് ഓഫ് ദ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ ഇൻ ദ നോട്ട്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. It is reported part of the income from continuing operation in a year of the change reflecting the application of new principle, but on a basis that includes cumulative adjustment. The change is recognized including the cumulative effect of change in net income of the period of change. The change is recognized by retrospectively adjusting financial statement. ബാക്കിയുള്ള ഓപ്ഷൻസിനകത്തൊക്കെ തന്നെ പല രീതിയിലുള്ള മിസ്റ്റേക്സ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. റെട്രോസ്പെക്റ്റീവ് ആയിട്ട് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ലേ ഉത്തരം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൊത്തത്തിൽ റെട്രോസ്പെക്റ്റീവായിട്ട് ഒന്നേന്ന് തിരുത്തണം. ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ റെട്രോആക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യരുത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഇതിനെ പറ്റിയിട്ടൊന്നും ഡിസ്ക്ലോസ് ചെയ്യരുത്, നോട്ട്സ് ഒന്നും കൊടുക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കൊടുക്കണം. നമ്മൾ ഇത് റെട്രോആക്റ്റീവ് രീതിയിൽ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് മറ്റ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. സോ നോട്ട് ടു ബി ഡിസ്ക്ലോസ്ഡ് അല്ല, അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ ചേഞ്ചിനെ നമ്മൾ റെട്രോസ്പെക്റ്റീവ്ലി ആണ് എന്ത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം റെട്രോസ്പെക്റ്റീവ്ലി എന്ത് ചെയ്യണം? തിരുത്തണം, ഒന്നേന്ന് തിരുത്തണം, ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. A change from one generally accepted accounting principle to another generally accepted accounting principle should be accounted for in comparative reports by dash. ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ നിന്നും വേറൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലേക്ക് നിങ്ങൾ മാറി. അപ്പോൾ പ്രിൻസിപ്പിൾ ചേഞ്ച് അല്ലേ? അതിൽ തന്നെ ഉണ്ടല്ലോ പ്രിൻസിപ്പിൾ. നിങ്ങൾ അക്കൗണ്ടിങ് പോളിസി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ചേഞ്ച് ആണ്, റെട്രോസ്പെക്റ്റീവ് ആണ്. സോ റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് നോക്കുക. റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഏതാണ്? എ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ, ക്യുമുലേറ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാരിങ് എമൗണ്ട്സ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, ബിഗിനിങ് പീരീഡ്, അതുപോലെ തന്നെ റിട്ടേൺഡ് ഏർണിങ്സ് അഡ്ജസ്റ്റ് ചെയ്യണം, പ്രയർ പീരീഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, ഒരു പ്രിൻസിപ്പിളിൽ നിന്ന് വേറെ പ്രിൻസിപ്പിളിലേക്കാണ് മാറിയെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നു. അപ്പോൾ തന്നെ മനസ്സിൽ വരേണ്ടത് റെട്രോസ്പെക്റ്റീവ് ആണ്. അപ്പോൾ തന്നെ ബാക്കി ഓപ്ഷൻസ് ഒഴിവാക്കാം. പ്രോസ്പെക്റ്റീവ് എല്ലാം, റീസ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എന്നുള്ളത് ഒഴിവാക്കാം. ഇത് നമ്മുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് അതുപോലെ തന്നെ എക്കണോമിക് പ്രോഫിറ്റ് ഇത് തമ്മിലുള്ള ക്വസ്റ്റ്യൻ ആണ്. യു നോ ദാറ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റും ഡിഫറൻ്റ് ആണ്. അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നമ്മൾ നോർമലി ബിസിനസ്സിൽ ഉണ്ടാകുന്ന കോസ്റ്റുകളൊക്കെ കുറയ്ക്കുമ്പോഴാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ കുറയ്ക്കുമ്പോഴാണ് എക്കണോമിക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 ലക്ഷമായിരുന്നു ടോട്ടൽ റവന്യൂ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നോർമലി ബിസിനസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് 2 ലക്ഷം, 2,50,000, 2,75,000. അപ്പോൾ 6 ലക്ഷത്തിൽ നിന്ന് 2,75,000 പോയി എത്രയാണ്? 6 lakh മൈനസ് 2,75,000, 3,25,000, 3,25,000 ആണ് നമ്മുടെ നോർമൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് നമ്മൾ എന്ത് കുറയ്ക്കണം? ഇംപ്ലിസിറ്റ് കോസ്റ്റ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയ്ക്കണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 20,000, 15,000 ഉണ്ട്. അപ്പം 35,000 കൂടെ കുറയ്ക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു 2,90,000, 2,90,000. ഇവിടുത്തെ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,90,000 ആണ്. സോ ബേസിക്കലി നിങ്ങൾക്കുണ്ടാവുന്ന ടോട്ടൽ എക്സ്പെൻസുകളെല്ലാം കുറച്ചിട്ട് അതിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ടുള്ള ഫോർഗോൺ ഇൻട്രസ്റ്റ്, ഫോർഗോൺ എൻ്റർപ്രനിയർ ഇൻകം ഇതെല്ലാം തന്നെ കുറയ്ക്കുക. ഇതെല്ലാം കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എക്കണോമിക് പ്രോഫിറ്റ് കിട്ടും. സിമിലർ ക്വസ്റ്റ്യൻ. വില്യം മേക്സ് $35,000 a year ആസ് എൻ അക്കൗണ്ടിങ് ക്ലർക്ക്. നിങ്ങൾ അക്കൗണ്ടിങ് ക്ലർക്കായിട്ട് $35,000 ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്. ഈ ജോലി ക്വിറ്റ് ചെയ്തിട്ട് അദ്ദേഹം MBA പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അദ്ദേഹം സമ്മറിൽ മറ്റ് ജോലികളൊന്നും ചെയ്യുന്നില്ല, പഠിത്തം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്, പഠിക്കാനായിട്ടുള്ള ചിലവെന്ന് പറയുന്നത് 25,000 ആണ്. അങ്ങനെയാണെങ്കിൽ എക്കണോമിക് കോസ്റ്റ് ഓഫ് വില്യം ഫോർ MBA സ്റ്റഡീസ് എത്ര? വില്യം MBA പഠിക്കാനായിട്ടുള്ള എക്കണോമിക് കോസ്റ്റ്, അയാളുടെ അക്കൗണ്ടിങ് കോസ്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഈ MBA പഠിക്കാനായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എക്കണോമിക് കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നോർമൽ അക്കൗണ്ടിങ് കോസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം 25,000 ആണ്.
25,000 അക്കൗണ്ടിങ് കോസ്റ്റ്. കാരണം അത് പഠിക്കാനായിട്ടുള്ള മൊത്തം ചിലവ്, ഫുഡ് എക്സ്പെൻസ്, ലിവിങ് എക്സ്പെൻസ്, ബുക്ക് എല്ലാത്തിനും കൂടെ 25,000 ആവുന്നുള്ളൂ. പക്ഷേ എക്കണോമിക് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ, നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു ജോലി കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ വന്നത്, ഇത് പഠിക്കാൻ വന്നത്. അപ്പോൾ ആ ജോലി ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന പൈസ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ 35,000 അയാളെ സംബന്ധിച്ച് നഷ്ടമാണ്, ഈ 25,000 എക്സ്പെൻസ് ആണ്. അപ്പോൾ 25,000 60,000 ആണ് എക്കണോമിക് കോസ്റ്റ് ആയിട്ട് വരുന്നത്. 60,000 ഈസ് ദ എക്കണോമിക് കോസ്റ്റ്. സെയിം എക്കണോമിക് പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ നെറ്റ് ഇൻകം തന്നിട്ടുണ്ട് 3,50,000. 3,50,000 3,50,000 നെറ്റ് ഇൻകം തന്നിട്ടുണ്ട്. അത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണ്, അക്കൗണ്ടിങ് നെറ്റ് ഇൻകം ആണ്. ഇനി രണ്ട് ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് മാർക്കറ്റ് വാല്യൂ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആർ 10% ആൻഡ് 15%. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ഇതിൽ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കുറയ്ക്കുമ്പോഴാണല്ലോ എക്കണോമിക് പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മൾ ലോൺ എടുക്കുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും നമുക്ക് ലയബിലിറ്റി ഉണ്ടാവും. ആ ലയബിലിറ്റിയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയാണ്. ഈ പലിശ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ കാണിച്ചിട്ടുണ്ട്. പലിശ ഒരു എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവിടെ 100 ഉണ്ട് ഇൻട്രസ്റ്റ്. ഇതാണ് ആ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി കുറച്ചിട്ടുള്ളതാണ് നെറ്റ് ഇൻകം. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും പോയിട്ട് ഇൻട്രസ്റ്റും വാല്യൂ ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഏത് മാത്രമാണ്, പിന്നെ 15% ഓഫ് ഇക്വിറ്റിയാണ്. ഇക്വിറ്റിയുടെ 15% ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ആ പൈസ ഇക്വിറ്റിയിൽ ഇടുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് 15% റിട്ടേൺ കിട്ടിയേനെ. പക്ഷെ നിങ്ങൾ ഇട്ടില്ലല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടമല്ലേ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി എത്രയാണെന്ന് എടുക്കണം. ഇക്വിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, കോമൺ ഇക്വിറ്റി 2,500. ഈ 2,500 എനിക്കൊന്ന് 000 കൂടെ ആഡ് ചെയ്യണം. 2,50,000 ഇൻറ്റു 15%, അതായത് 37,500, 37,500 ആണ് എന്ത് വരുന്നത്, സ്വാഭാവികമായിട്ടും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആയിട്ട് വരുന്നത് 37,500 ആണ്. അപ്പോൾ നെറ്റ് ഇൻകം നമുക്ക് ഓൾറെഡി എത്രയായിരുന്നു, 350 ആയിരുന്നു. 350യിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ടുള്ള 37,500 കുറയ്ക്കുക. സെക്കൻഡ് ഇവിടെ 2,500 000 അല്ലേ, 2,500 000 15% എന്ന് പറയുമ്പോൾ 3,75,000 വരുന്നത്. 1 സെക്കൻഡ്, 3,75,000 37,500 അല്ല, 3,75,000. കാരണം ഇവിടെ 2,500 3 0 കൂടെ ആഡ് ചെയ്യണം. സോ 25 ലക്ഷമാണ് വരുന്നത്. 25 ലക്ഷത്തിൻ്റെ 15% ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദാറ്റ് ഈസ് 3,75,000. അപ്പോൾ ഓൾറെഡി നമുക്ക് 3,50,000 എന്തുണ്ട്, നെറ്റ് ഇൻകം ഉണ്ട്. പക്ഷേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 3,75,000 ഉണ്ട്. അപ്പോൾ -25,000 ആണ്. -25,000 ആണ്. നമുക്ക് എക്കണോമിക് പ്രോഫിറ്റ് ഇല്ല, എക്കണോമിക് ലോസ് ആണ്. -25,000 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് നെറ്റ് ഇൻകം ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എക്കണോമിക് പ്രോഫിറ്റ് കണ്ടെത്താനാണ് ചോദിച്ചത്. എക്കണോമിക് പ്രോഫിറ്റ് കണ്ടെത്താൻ എന്താ, അക്കൗണ്ടിങ് പ്രോഫിറ്റ് മൈനസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ നമ്മൾ ജസ്റ്റ് കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 10% തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾറെഡി അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡഡ് ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നെറ്റ് ഇൻകത്തിലേക്ക് എത്തുന്നത്. സോ അത് നമ്മൾ വീണ്ടും കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 15% എടുത്താൽ മതി. ഈ പൈസ നമുക്ക് നഷ്ടമാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പോൾ കോമൺ ഇക്വിറ്റി തന്നിട്ടുണ്ട് 2,500 എന്നാണ് തന്നിരിക്കുന്നത്, മുകളിൽ 000 കൊടുത്തിട്ടുണ്ട്. സോ 25 lakhൻ്റെ 15% നമ്മളെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്, വിച്ച് വാസ് 3,75,000. നമ്മുടെ നെറ്റ് ഇൻകം 3,50,000 ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 3,75,000 ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എക്കണോമിക് പ്രോഫിറ്റ് ഇല്ല, എക്കണോമിക് ലോസ് ആണ് 25,000. Measurement of the benefit lost by using resources for a given purpose is benefit lost, opportunity lost. നിങ്ങൾക്ക് നഷ്ടമായൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ആ സാധനം വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിലോ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമായിരുന്നു. ആ നഷ്ടത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്.
എ കോർപ്പറേഷൻസ് നെറ്റ് ഇൻകം ആസ് പ്രസൻറ്റഡ് ഓൺ ഇസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി, അതായത് ഒരു കമ്പനി അവരുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന നെറ്റ് ഇൻകം എക്കണോമിക് പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? എക്കണോമിക് പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഒരു കമ്പനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുന്ന അക്കൗണ്ടിങ് പ്രോഫിറ്റ് എക്കണോമിക് പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? സ്വാഭാവികമായിട്ടും എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്നും എമൗണ്ട് കുറച്ചിട്ടാണ് എക്കണോമിക് പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ എക്കണോമിക് പ്രോഫിറ്റ് ആയിരിക്കും എപ്പോഴും കുറവ്. കാരണം എക്കണോമിക് പ്രോഫിറ്റിൽ നമ്മൾ എന്തും കൂടെ കുറയ്ക്കും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ കുറയ്ക്കും. അപ്പോൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആയിരിക്കും എപ്പോഴും എന്ത് കൂടുതലായിട്ട് വരുന്നത്. സോ ആൻ ഇൻകം ഇൻ ദ നെറ്റ് ഇൻകം presented in the income statement will be more than economic profit because opportunity costs are not considered in calculating net income. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഏതായിരിക്കും എപ്പോഴും കൂടുതൽ, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണോ എക്കണോമിക് പ്രോഫിറ്റ് ആണോ? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആയിരിക്കും കൂടുതൽ. ബിക്കോസ് എക്കണോമിക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് എക്കണോമിക് പ്രോഫിറ്റ് കിട്ടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കുമ്പോഴാണ് എക്കണോമിക് പ്രോഫിറ്റ് കിട്ടുന്നത്? ടോട്ടൽ റവന്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കുമ്പോഴാണ് എക്കണോമിക് പ്രോഫിറ്റ് കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് കിട്ടുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് ഓൾ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ഒന്നും അല്ല. റവന്യൂ മൈനസ് ഓൾ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് നോർമലി ഉള്ള അക്കൗണ്ടിങ് എക്സ്പെൻസുകളാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുക, എക്കണോമിക് പ്രോഫിറ്റ് കിട്ടുക. An example of a practice that would be least likely to negatively impact a company's quality of earnings is the intentional. അതായത് ഒരു കമ്പനിയുടെ ഏണിങ്സിൻ്റെ ക്വാളിറ്റീനെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യത കുറഞ്ഞൊരു കാര്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കമ്പനിയുടെ ക്വാളിറ്റി ഓഫ് ഏണിങ്സിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യത കുറഞ്ഞത്, ലീസ്റ്റ് ലൈക്ലി ടു നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും. കമ്പനിയുടെ ക്വാളിറ്റി ഓഫ് ഏണിങ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് നമ്മൾ അഗ്രസീവ് അക്കൗണ്ടിങ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇൻഫ്ലേഷനുള്ള സമയത്ത് നമ്മൾ ഫിഫോ ഉപയോഗിക്കുകയാണെങ്കിലൊക്കെ തന്നെ നമ്മുടെ ഏണിങ്സിൻ്റെ ക്വാളിറ്റി കുറയും. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കാണിച്ച് നെറ്റ് ഇൻകം കൂട്ടി കാണിച്ച് റേഷ്യോസൊക്കെ കൂടുതലായിട്ട് കാണിച്ചാൽ ക്വാളിറ്റി കുറവാണ്. അതേസമയം നമ്മൾ ലിഫോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ക്വാളിറ്റി കൂടും. കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹൈ ആയിരിക്കും, നെറ്റ് ഇൻകം കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കൺസർവേറ്റീവ് അപ്രോച്ച് ആയിരിക്കും. ഓപ്ഷൻസ് നോക്കാം. റിപ്പോർട്ടിംഗ് എ ഗെയിൻ ഓൺ ദ സെയിൽ ഓഫ് ഓൾഡ് എക്യുപ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. നിങ്ങളൊരു സാധനം, ഒരു അസറ്റ് വിറ്റു, അസറ്റ് വിറ്റത് കാരണം ഉണ്ടായ ഗെയിൻ, അസറ്റ് വിറ്റപ്പോൾ നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടായി, അത് നിങ്ങൾ ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിൽ കാണിച്ചു. അത് തെറ്റാണോ? അങ്ങനെ കാണിക്കുന്നത് തെറ്റാണോ? അങ്ങനെ കാണിക്കുന്നത് തെറ്റല്ല. കാരണം അത് അസറ്റ് വിറ്റതാണെങ്കിൽ എന്താണെങ്കിലും ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൻ്റെ അണ്ടറിൽ തന്നെ കാണിക്കാം. നോ ഇഷ്യൂസ്, നോ പ്രോബ്ലം വാട്ട്സ് ഓവർ. അത് ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് കാണിക്കില്ല, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്ന ഹെഡിലായിരിക്കും വരുന്നത്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിരിക്കില്ല. നമ്മളിപ്പോൾ അസറ്റ് വിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അസറ്റ് വിൽക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. അത് ഓപ്പറേഷൻസിൻ്റെ ഭാഗമല്ല, നോൺ ഓപ്പറേറ്റിംഗ് ആണ്. അപ്പോൾ നോൺ ഓപ്പറേറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ഏണിങ്സിനെ ഒരു രീതിയിൽ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ഉത്തരം. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും. Recording of an order from a reliable customer as a sale on December 31st when the cash is received even though goods will not ship until January 2. നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ളൊരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനം വിറ്റു, ഡിസംബർ 31 വിറ്റത്. അപ്പോൾ തന്നെ പൈസയും കിട്ടി, പക്ഷേ സാധനം കമ്പനിയിൽ നിന്ന് ഷിപ്പ് ആവുന്നത് ജനുവരി 2. അപ്പോൾ നമ്മുടെ റവന്യൂ റെക്കഗ്നിഷൻ പോളിസി നമുക്കറിയാലോ. നമുക്കൊരു അക്കൗണ്ട്സിൽ സെയിൽ എന്ന് പറഞ്ഞ് കാണിക്കണമെങ്കിൽ സാധനത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സെല്ലറിൽ നിന്ന് ബയ്യറുടെ കയ്യിലേക്ക് എത്തിയിരിക്കണം. എത്താത്ത പക്ഷം നമുക്കത് കാശ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല, അക്കൗണ്ട്സിൽ കാണിക്കാൻ പാടില്ല. അപ്പോൾ തെറ്റാ. അപ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങളുടെ സെയിൽ കൂട്ടി കാണിക്കുക. അതുപോലെ പർച്ചേസ് ഓഫ് ഇൻവെൻട്രി ഓഫ് ആൻ ഒബ്സലീറ്റ് പ്രൊഡക്റ്റ് അറ്റ് ഇയർ എൻഡ് ടു അവോയ്ഡ് ലിഫോ ലിക്വിഡേഷൻ. ഒബ്സലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെൻട്രീൻ്റെ വാല്യൂവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇതും ക്വാളിറ്റി ഓഫ് ഏണിങ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. എസ്റ്റിമേറ്റ് ഓഫ് ക്രെഡിറ്റ് ലോസസ് ഓഫ് 2% റിസീവബിൾസ് വെൻ ദ കമ്പനി റെക്കോർഡ്സ് ഷോ ഹിസ്റ്റോറിക്കൽ റേറ്റ് ഓഫ് 5%. കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ കാണിക്കുന്നത്
ഓരോ വർഷവും നമുക്ക് ഏകദേശം 5% ക്രെഡിറ്റ് ലോസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങൾ അക്കൗണ്ട്സിൽ ഈ വർഷം 5% കാണിക്കുന്നില്ല, 2% ഒന്ന് കുറച്ച് കാണിക്കുന്നു. ഏണിങ്സ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് കാണിക്കുന്നത്. തെറ്റല്ലേ? തെറ്റാണ്. അപ്പോൾ ക്വാളിറ്റി കുറയും. അപ്പോൾ ഇതിനകത്ത് പ്രശ്നമല്ലാത്തത് ഏതെന്നായിരുന്നു ചോദ്യം. ദാറ്റ് വാസ് ഓപ്ഷൻ എ. A company with lower quality of earnings is most likely to do dash. ഏണിങ്സ് ക്വാളിറ്റി കുറഞ്ഞൊരു കമ്പനി താഴെ പറഞ്ഞിരിക്കുന്നതിൽ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യം ഏത്? ഓഫർ ക്രെഡിറ്റ് ടേംസ് 2/10 നെറ്റ് 30 എന്ന് പറഞ്ഞാൽ എന്താ? 30 ദിവസത്തിനുള്ളിൽ ഒരു സാധനം വാങ്ങിച്ചിട്ട് കടത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് പൈസ തരാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വേണമെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തരുവാണെങ്കിൽ 2% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് തന്നാൽ മതി. ബട്ട് 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പൈസ തരാൻ സാധിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ 2% ഡിസ്കൗണ്ട്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ തെറ്റൊന്നുമില്ല. ഹയർ ലോവർ സ്കിൽഡ് വർക്കേഴ്സ് ഓർ പർച്ചേസ് ലോ ക്വാളിറ്റി മെറ്റീരിയൽസ്. കഴിവില്ലാത്ത ആൾക്കാരെ ജോലിക്കെടുക്കുക, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് വാങ്ങുക. അതല്ലെങ്കിൽ മാനേജ് ദ റെക്കഗ്നിഷൻ ഓഫ് റവന്യൂസ്, എക്സ്പെൻസ്, ഗെയിൻസ് ആൻഡ് ലോസസ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ നമ്മുടെ ഏണിങ്സിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കാണിക്കാൻ വേണ്ടി, പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടി, ക്വാളിറ്റി അല്ല അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പരിപാടി, കച്ചവടം നടക്കുന്നതിന് മുമ്പേ റവന്യൂ റെക്കഗ്നിഷൻ നടത്തുക, എക്സ്പെൻസ് കുറച്ച് കാണിക്കുക, ഗെയിൻസ് കൂട്ടിക്കാണിക്കുക, ലോസസ് കുറച്ച് കാണിക്കുക. ഇങ്ങനെയുള്ള തട്ടിപ്പിലൂടെയാണ് ഒരു കമ്പനി അവരുടെ ഏണിങ്സ് പെരുപ്പിച്ച് കാണിക്കുന്നത്. അങ്ങനെയുള്ള കമ്പനിയുടെ ഏണിങ്സിന് നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ഏണിങ്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. Which of the following actions undertaken by a technology company's management will adversely impact the quality of its earnings? താഴെ തന്നിരിക്കുന്നതിൽ ക്വാളിറ്റി ഓഫ് ഏണിങ്സിനെ അഡ്വേഴ്സ് ആയിട്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ഏത്? ഇമ്മീഡിയറ്റ്ലി എക്സ്പെൻസിങ് എ പ്രൊഡക്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, യൂസിങ് കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്സ് ഫോർ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ കമ്പനീസ് എക്യുപ്മെൻറ്റ്, എസ്റ്റിമേറ്റിംഗ് എ ലോ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദ കമ്പനീസ് പെൻഷൻ പ്ലാൻ അസറ്റ്, റെക്കോർഡിംഗ് സെയിൽ ഓഫ് സോഫ്റ്റ്വെയർ പ്രയർ ടു ഇൻസ്റ്റലേഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ബൈ കസ്റ്റമേഴ്സ്. ഒരു സാധനം വിറ്റ് അതിൻ്റെ ഇൻസ്റ്റലേഷനും അക്സെപ്റ്റൻസും ഒക്കെ നടക്കുന്നതിന് മുന്നേ സെയിൽ റെക്കോർഡ് ചെയ്യുക. തെറ്റല്ലേ? റവന്യൂ റെക്കഗ്നിഷൻ പോളിസി വെച്ച് തെറ്റല്ലേ? ഇൻസ്റ്റലേഷനും അക്സെപ്റ്റൻസും എല്ലാം കഴിഞ്ഞ് റിട്ടേൺ പീരീഡും ഒക്കെ കഴിഞ്ഞിട്ട് വേണം പ്രോപ്പറായിട്ട് സെയിൽ നടന്നു എന്ന് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാളിറ്റീനെ ബാധിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. A corporation has the option to use either shorter period or longer period to amortize a patent. It can use either declining balance method or straight line method to depreciate a fixed asset. The corporation would be considered to have better earnings quality if it uses the dash. അപ്പം ലോങ്ങർ പീരീഡ് ആണോ ഷോർട്ടർ പീരീഡ് ആണോ ക്വാളിറ്റി കൂട്ടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അതായത് നമ്മളിപ്പോൾ അമോർട്ടൈസേഷൻ ആണെങ്കിലും ഡിപ്രീസിയേഷൻ ആണെങ്കിലും നമുക്ക് എസ്റ്റിമേറ്റഡ് ലൈഫ് കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലതെന്നുള്ളത് വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഏതാണ് കൺസർവേറ്റീവ്, ഏതാണ് അഗ്രസീവ് എന്ന് പറഞ്ഞിരിക്കണം. ഇപ്പോൾ കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോങ്ങർ പീരീഡാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓരോ വർഷത്തെയും അമോർട്ടൈസിങ് എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം നിങ്ങൾ കൂടുതൽ വർഷത്തേക്ക് അതിനെ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യാണ്. ഒരു കേക്കിനെ നിങ്ങൾ 100 പീസാക്കുന്നതും 10 പീസാക്കുന്നതും തമ്മിൽ ചിന്തിച്ചാൽ മതി. 100 പീസാക്കുമ്പോൾ ഓരോ പീസിൻ്റെ അളവും കുറവായിരിക്കും. 10 പീസാക്കുമ്പോൾ ആ പീസിൻ്റെ അളവ് കൂടും. അപ്പോൾ ഈ പീസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കോസ്റ്റ് അല്ലെ ഡിപ്രീസിയേഷൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അമോർട്ടൈസേഷൻ എന്നുള്ള വാക്ക് റിപ്ലേസ് ചെയ്യുക. ഷോർട്ടർ പീരീഡ് ആകുമ്പോൾ ഓരോ വർഷത്തെയും എക്സ്പെൻസ് ഹയർ ആയിരിക്കും. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റി ഓഫ് ഏണിങ്സ് ഉള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ചിലവ് ചുരുക്കി കാണിക്കുന്ന കമ്പനിയല്ല, ചിലവ് കൂട്ടി കാണിക്കുന്ന കമ്പനിയാണ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ഏണിങ്സ് ഉള്ള കമ്പനി. അപ്പോൾ നമ്മൾ അമോർട്ടൈസേഷൻ എക്സ്പെൻസ് കൂട്ടി കാണിക്കുകയാണെങ്കിലാണ് ക്വാളിറ്റി കൂടുതലുണ്ടെന്ന് പറയാം. അപ്പോൾ ഷോർട്ടർ പീരീഡ് ആണെങ്കിൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. നമ്മളോട് ചോദിച്ചത് ക്വാളിറ്റി നല്ലതെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ഷോർട്ടർ പീരീഡ് ആണെങ്കിൽ അമോർട്ടൈസേഷൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻകം ഒക്കെ കുറഞ്ഞ് നിൽക്കും. പക്ഷേ കുറഞ്ഞ ഇൻകം ആണെങ്കിലും ക്വാളിറ്റി ഉള്ള ഇൻകം ആണത്. സോ ഷോർട്ടർ പീരീഡ് ആയിരിക്കും. ഇനി ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് വേണോ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേതാണ് നമുക്ക് ക്വാളിറ്റി കൂടുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം എന്ത് സംഭവിക്കും. എല്ലാ വർഷവും ഒരേ തുകയാണ് വരുന്നത്, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് വരുന്നത്. ഡിക്ലൈൻ ആവുന്ന സമയത്ത് ഇനിഷ്യൽ ഇയേഴ്സിൽ നമുക്ക് വലിയ ഡിപ്രീസിയേഷൻ വരും. ലേറ്റർ ഇയേഴ്സിൽ എന്ത് സംഭവിക്കും? ആ ഒരു പർട്ടിക്കുലർ സാധനം കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ ഡിമിനിഷിങ് ഉപയോഗിക്കുന്നതാണോ സേഫർ, അല്ലെങ്കിൽ സേഫർ അല്ല ക്വാളിറ്റി കൂട്ടുന്നത്, അതോ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിക്കുന്നതാണോ ക്വാളിറ്റി കൂട്ടുന്നത്? സ്വാഭാവികമായിട്ടും
ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റി കൂട്ടുന്നത്. കാരണം ഇനിഷ്യൽ ആ ഒരു അസറ്റിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വർഷങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണിക്കും. പിന്നീട് ആ അസറ്റിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ വാല്യൂം കുറയും. അതാണ് കറക്റ്റ്. പക്ഷേ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അങ്ങനെയല്ല. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഫിഫ്ത്ത് ഇയറിലും എല്ലാം തന്നെ ഒരേ എമൗണ്ടാണ്. അപ്പോൾ ഒരേ എമൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക അഗ്രസീവാണ്, നെറ്റ് ഇൻകം കൂടുതലായിട്ട് തോന്നും. മറ്റേ ഡിമിനിഷിങ് ബാലൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഡിക്ലൈനിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നെറ്റ് ഇൻകം കുറയും. അപ്പോൾ നെറ്റ് ഇൻകം കുറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ഏണിങ്സിനെ കൂട്ടും. കാരണം ഇല്ലാത്ത നെറ്റ് ഇൻകം ഉണ്ടെന്ന് പൊലിപ്പിച്ച് കാണിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഉള്ളത് മെനയായിട്ട് കാണിക്കും. അപ്പോൾ ഷോർട്ടർ പീരീഡ് യൂസ് ചെയ്താൽ നമ്മുടെ ഏണിങ്സ് കൂടും, ഏണിങ്സ് കൂടുമെന്നല്ല, ക്വാളിറ്റി ഓഫ് ഏണിങ്സ് കൂടും. അതുപോലെ തന്നെ ഡബിൾ ഡിക്ലൈനിങ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിലും ക്വാളിറ്റി ഓഫ് ഏണിങ്സ് കൂടും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക, ക്വാളിറ്റി ഓഫ് ഏണിങ്സ് കുറയ്ക്കുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ലോങ്ങർ പീരീഡും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പനി കുഡ് നെഗറ്റീവ്ലി എഫക്റ്റ് ഇറ്റ്സ് ഏണിങ്സ് ക്വാളിറ്റി ഇഫ് ഇറ്റ് ഫ്രീക്വൻ്റ്ലി ഡു ഡാഷ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ചെയ്ത് കഴിഞ്ഞാലാണ് അവരുടെ ഏണിങ്സിൻ്റെ ക്വാളിറ്റി കുറയുക, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുക? ഓപ്ഷൻ ഡി പറയുന്നു സെയിൽസ് ഡിസ്കൗണ്ട് കൊടുത്താൽ. സെയിൽസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് തെറ്റല്ല. കൺസ്ട്രക്റ്റഡ് പ്ലാൻസ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ കൺട്രി, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ പ്ലാൻസ് കൺസ്ട്രക്ട് ചെയ്തു, തെറ്റാണോ? അല്ല. മെറ്റീരിയലി ചേഞ്ച്ഡ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഭയങ്കരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റഡ് ലോങ് ടൈം ഇൻ എറാറ്റിക് സ്റ്റോക്ക് ഓർ ബോണ്ട് മാർക്കറ്റ്. എറാറ്റിക് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ഉള്ള സ്റ്റോക്കിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും അവരുടെ പർട്ടിക്കുലർ ഏണിങ്സ് ക്വാളിറ്റീനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ വ്യാപകമായിട്ട് നടത്തുന്ന ചേഞ്ചസ് ആണ് അവരുടെ ക്വാളിറ്റി ഓഫ് ഏണിങ്സിനെ ഏറ്റവും അധികം നെഗറ്റീവായിട്ട് ബാധിക്കുക. കാരണം അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോസ്പെക്റ്റീവ് ചേഞ്ച് ആണല്ലോ. അപ്പോൾ ഓരോ വരാൻ പോകുന്ന വർഷങ്ങളിൽ മാത്രമേ മാറ്റങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ അവരുടെ ഏണിങ്സ് കൂട്ടിക്കാണിക്കാനും ബെറ്ററായിട്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കാനുമായിട്ട് തോന്നിയതുപോലെ എസ്റ്റിമേറ്റിനകത്ത് കൂട്ടലും കുറയ്ക്കലും ഒക്കെ വരുത്തും. അപ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് എ മാനിപ്പുലേഷൻ. ഏണിങ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓവർ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാനായിരിക്കും അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു കമ്പനിയുടെ ഏണിങ്സ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മൊത്തം 49 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കുക. താങ്ക് യു എവരിവൺ. നന്നായിട്ട് തന്നെ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക.